നമ്മൾ കുറേ കാലത്തിന് ശേഷമേ ഒരു 4:30 മണിയാകുമ്പം എത്ര സമയം 4:30 മണിക്ക് ഊബർ ഇവിടെ ഇറങ്ങിന്. കുറേ കാലമായി. സാധാരണ ഇറങ്ങൽ 9 മണി 10 മണി ഒക്കെയാണ് ഇറങ്ങൽ. അപ്പോൾ എന്തായാലും ഒരു 4:30 മണിയായിട്ട് ഇറങ്ങിന്. എന്താ അവസ്ഥ എങ്ങനെയൊന്നും അറിയില്ല. ഇപ്പോൾ പൊതുവേ ഓട്ടം കുറവാണ്. ഇനിയിപ്പോൾ ചിലപ്പം രാവിലെ നേരത്തെ ഇറങ്ങണത് നല്ലതാണ്. കാരണം നമുക്കൊരു 10 മണി 11 മണിയാകുമ്പോൾ അത്യാവശ്യം എമൗണ്ട് ഏൺ ചെയ്യാം. ചിലപ്പം 2 ട്രിപ്പ് കിട്ടിയിട്ട് അങ്ങ് മൂഞ്ചി കിടക്കും. അത് നോക്കണ്ട, ഒക്കെ ഭാഗ്യം പോലെ. എന്തായാലും രാവിലെ നേരത്തെ ഇറങ്ങിയേ ഇന്ന് എന്തായാലും പോയോട്ടെ. CNG ഇല്ല, CNG തീർന്നേ. ഇന്നലെ CNG കാലിയായിട്ടാണ് നമ്മൾ വണ്ടി സൈഡാക്കിയത്. എന്തായാലും CNG ഒക്കെ അടിച്ച് ഫ്രഷായിട്ട് അങ്ങ് ഇറങ്ങാച്ച്. എന്തായാലും എന്നാൽ CNG അടിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി. CNG ഒക്കെ അടിച്ച് ടയറിൽ ഇച്ചിരി കാറ്റ് കുറവുണ്ട്, എയർ കുറവുണ്ട്. അതൊക്കെ അടിച്ചിട്ട് നമുക്ക് ഓണാക്കാം. ചിലപ്പം ഓട്ടം ഉണ്ടാവും. ഇപ്പം പൊതുവേ ഓട്ടം കുറവാണ്, ചിലപ്പോൾ ഓട്ടം കുറവായിരിക്കും. എന്താണെന്നറിയില്ല. പോയോക്കട്ടെ, പോയി ഓടി നോക്കാം, ഓണാക്കി നോക്കട്ടെ, എന്നിട്ടേ അറിയുള്ളൂ അവസ്ഥ. പിന്നെ ഈ നേരത്തെ ഇറങ്ങണം എന്താ വെച്ചാൽ സുഖം, ബ്ലോക്ക് ഉണ്ടാവില്ല. നമുക്ക് അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കാം റോഡിൽ. അത്രയും ഫ്രീ ആയിരിക്കും റോഡ്. ഒരു 8 മണി കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് തുടങ്ങും. അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. എന്തായാലും പോയോക്കട്ടെ, നമുക്ക് ഓടി നോക്കാം, ഓണാക്കി നോക്കട്ടെ, എന്നിട്ട് അറിയാം ഓട്ടം ഉണ്ടോ അല്ലേ എന്നൊക്കെ. ചിലപ്പോൾ മൂഞ്ചി കുത്തിയിരിക്കും, ചിലപ്പോൾ ഓട്ടം ഉണ്ടാവും. എന്തായാലും പോയോക്കട്ടെ. നമ്മൾ 705 രൂപക്ക് CNG അടിച്ചു, ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി ഊബർ ഓൺ ചെയ്യട്ടെ. ഊബർ ഓൺ ചെയ്യട്ടെ. ഊബർ ഓൺ ചെയ്തിട്ടുണ്ട്. റാപ്പിഡ് ഒപ്പം എന്തായാലും ഓൺ ചെയ്യില്ല. റാപ്പിഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തായാലും കുറച്ച് ട്രിപ്പ് ഇല്ലെങ്കിൽ റാപ്പിഡ് ഓൺ ചെയ്യാം. ഊബറിൽ ട്രിപ്പ് ഉണ്ടോ നോക്കട്ടെ. ഓൺ ചെയ്തിട്ടുണ്ട്. ട്രിപ്പ് അടിക്കുമോ നോക്കട്ടെ. ഊബറിൽ പമ്പിന്ന് ലേശം ഫ്രണ്ടിലോട്ട് പോന്ന്. ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഫുൾ ഓൺ കഫേ ഇവിടെ വരുന്നത്, ഈ ബാക്ക് സൈഡിൽ. അപ്പോൾ പാർക്ക് ചെയ്ത് ഇപ്പം നമ്മളിങ്ങനെ ഇരിക്കുക. ഊബറിൽ ട്രിപ്പ് അടിച്ചിട്ടില്ല. 4:45 ട്രിപ്പ് അടിക്കരുത്. നമ്മൾ എയർ അടിക്കാൻ നോക്കി. അപ്പോൾ ഇവിടെ എയർ അടിക്കുന്ന ചങ്ങായി രാത്രി ഉണ്ടാവില്ല, 8 to 11 മണി വരെ എന്താവാൻ പറഞ്ഞ്. അപ്പോൾ അവൻ പറഞ്ഞു 8 to 11 മണി വരെ ഉള്ളൂ പറഞ്ഞു. അപ്പോൾ നമ്മളെ ബാക്കിൽ റൈറ്റ് സൈഡിൽ കാറ്റ് കുറവാണ് ടയറിൽ. അപ്പോൾ ഒന്ന് അടിക്കണ്ടേ. എന്തായാലും ഒരു ട്രിപ്പ് എടുത്ത് പോയിട്ട് ഏതെങ്കിലുമൊക്കെ പമ്പ് കയറുമ്പോൾ അവിടെ കയറ്റാം. അല്ലേ റാപ്പിഡോ കൂടി ഓണാക്കി വെക്കാം. ഊബറിനെ മാത്രം നമ്പി നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ട്രിപ്പ് അടിക്കുന്നില്ല. റാപ്പിഡോ ഓണാക്കി. റാപ്പിഡോ ഓണാക്കിയിട്ടുണ്ട്. റാപ്പിഡോയിൽ ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ ഇതാവും ബെറ്റർ. ഏതെങ്കിലുമൊക്കെ അടിച്ചാൽ മതി, നമുക്ക് ട്രിപ്പ് അടിച്ചാൽ മതി. എറണാകുളം സൗത്തേക്ക് ഇപ്പോൾ ട്രിപ്പ് വന്നിട്ടോ, മാച്ചിങ് ആണ്. ഇപ്പം എന്തോ ഊബറിൻ്റെ എന്തോ ഒരു വേറെ പരിപാടി ഉണ്ട്. ചുമ്മാ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ ട്രിപ്പ് വരുന്നൊരു കോലം. അത് പോയിട്ടോ, മാച്ച് ഒന്നും കിട്ടിയില്ല, അത് പോയി. ഇനി അടുത്ത് വരും ഇവിടെ സൗത്തേക്കാണ്. എടാ ഇങ്ങനെ വരും, എന്താ അറിയില്ല. ഇപ്പോൾ ഒരുപാട് മാച്ച് ട്രിപ്പ് വരും, ഒന്നിന് പുറകെ ഒന്നായിട്ട് അങ്ങനെ വരും. പക്ഷേ നമ്മൾ ഏതെടുത്തിട്ടും കാര്യമില്ല. നമ്മൾ വിചാരിച്ചു നമ്മൾ ഫസ്റ്റ് നെക്കായിട്ടുള്ള കുഴപ്പമാണ് ഇത്. പക്ഷേ എന്താ ഒരു ഫേക്ക് അടി ഉണ്ടെന്നൊക്കെ പറയുന്നേക്കുണ്ട്. അതായത് കസ്റ്റമറല്ല ആരായാലും വെറുതെ ഊബറിൻ്റെ ആപ്ലിക്കേഷൻ എടുത്തിട്ട് വെറുതെ സെർച്ച് ചെയ്യുമ്പോൾ അവിടെയുള്ള ഏരിയയിലെ എല്ലാവർക്കും ഒരുമിച്ച് ട്രിപ്പ് പോകണ പോലെ മാച്ചായിട്ട് പോകുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. ഞാൻ വീഡിയോ അങ്ങനെ കണ്ടായിരുന്നു, ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും ഇപ്പോൾ ഒരു മാച്ച് വന്ന് സൗത്തേക്ക് ഈ നേരത്ത് പോകാൻ എനിക്കൊരു താല്പര്യമില്ല. കാരണം ഞാൻ ഈ നേരത്തൊക്കെ സൗത്തേക്ക് എനിക്ക് കിട്ടിയിടത്തോളം കാലം സൗത്ത് പോയിട്ട് പിന്നെ ഈ ഏരിയാതെ അവിടെ നിന്ന് എനിക്കൊരു ട്രിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടാതെ നന്നായിരിക്കും. നോക്കട്ടെ ട്രിപ്പ് വരുന്നുണ്ടല്ലേ.
നമ്മളിപ്പോൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് 15 മിനിറ്റ് ആയിട്ടോ. 4:45 ഓൺ ചെയ്തിരിക്കുക. 5, 10, 15, 20 മിനിറ്റായി. ഇതുവരെ ഒരു ട്രിപ്പ് പോലും എതിരടിച്ചില്ല. എന്ത് പറ്റി ഊബർ? ഓട്ടോ ഒന്നും ഇല്ലേ? എൻ്റെ നേരെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടോ. ഡിഗ്രീൻ ഇവിടെ നിന്ന് തന്നെയാണ്. ഇവിടെ താഴെയാണ് ഈ അപ്പാർട്ട്മെൻറ്റ് ഇത് കിടക്കുന്നത്. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ തന്നെ കസ്റ്റമറിൻ്റെ റോഡ് സൈഡിൽ വന്ന് നിൽക്കുന്നത്. നമ്മൾ വണ്ടി എടുത്തേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പോൾ കസ്റ്റമർ മെയിൻ റോഡിലോട്ട് വന്ന് എടുക്കുന്നത്. ഞാൻ എന്നോട് ചോദിച്ചു റൂം കിട്ടുമോ ഈ നേരത്തെ. പേയ്മെൻറ്റ് നമുക്ക് പോയൊക്കെ. അങ്ങനെ ഞങ്ങളിപ്പോൾ പോരുന്ന അതിൽ 2 റൂം കയറി നോക്കി. അപ്പോൾ എല്ലാം പറഞ്ഞ് ഫുള്ളാണെന്നാണ് പറഞ്ഞത്. ഒരു ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ട്. നേരത്തെ ഒന്ന് റിക്വസ്റ്റ് റാപ്പിഡ് ഓഫ് ചെയ്യട്ടെ. ഊബറിലേ നമുക്ക് ട്രിപ്പും കൂടെ അടിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തറക്കാണ്. ഇരുമ്പനെന്ന് കണ്ടേ. അതിൽ പോയാൽ 1.5 കിലോമീറ്റർ എന്തോ പിക്കപ്പ് കാണിക്കുന്നുണ്ട്. രവിയാണ് അടിച്ചത്. നമുക്ക് 1.5 കിലോമീറ്റർ പിക്കപ്പ്. എന്തായാലും പോയോക്കട്ടെ. ഓക്കെ, 136 എത്ര എമൗണ്ട് കാണിച്ചു. ആകെ 300 മീറ്ററും കൂടെ പോകാനുള്ളേ. ഇനി ഈ മെട്രോയുടെ പണിയെടുക്കുന്നതുകൊണ്ടേ യൂ ടേണുകളൊക്കെ കുറേ സ്ഥലത്ത് ഒഴിവാക്കിയിട്ട്. ഇപ്പം അവിടെ ബാക്കിൽ നമുക്കൊരു യൂ ടേൺ ഉണ്ടായി, അത് അടച്ചിട്ടുണ്ട് ഇവർ. ഇവിടെ ഇപ്പോൾ എന്തോ ഒരു കുന്ത്രാൻ്റെ അടുത്ത് പോകണേ. നമുക്കാണെങ്കിൽ ഒന്ന് യൂ ടേൺ അടിക്കണമെങ്കിൽ കുറച്ച് അപ്പുറം പോകണം. യൂ ടേൺ കിട്ടിയിട്ടോ ഇവന്മാരിത് ഓരോ കുന്ത്രാണ്ടായിട്ട് ബ്ലോക്കാക്കാണേ. കസ്റ്റമറെ ഇറങ്ങിക്കിട്ട് മാപ്പിൽ നോക്കുമ്പോൾ കസ്റ്റമർ നമ്മുടെ ഊബർ മാപ്പ് ഇതാ കസ്റ്റമറാണ് ഉണ്ടായിനി. ഇനിയിപ്പോൾ കസ്റ്റമർ പോയോ? ഡച്ചോനെ പോയോക്കട്ടെ. എന്തായാലും തൃപ്പൂണിത്തറ എത്തുന്നതിന് മുന്നേ CSFൻ്റെ ഒരു ആർമിക്കാരെ വരുന്നുണ്ട്. ആർമിക്കാരനായിരുന്നു, ഒരു പഞ്ചാബുകാരൻ. അടിപൊളി കസ്റ്റമർ കേട്ടോ. സംസാരിച്ച് ഇങ്ങനെ പോകുന്നത് ആർമിക്കാരനാ. അപ്പോൾ ഞാൻ ചോദിച്ചു അകത്തോട്ട് കയറാൻ പറ്റുമോ വെച്ച്. അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അറിയില്ലല്ലോ. അപ്പോൾ നല്ല കുഴപ്പമില്ല, അകത്തോട്ട് കയറ്റിക്കാണ്. അവിടെ അകത്ത് കൊണ്ടാക്കി. ബാക്ക് സൈഡിലാട്ടോ. അവിടെ ചിലപ്പോൾ ക്യാമറ എടുക്കാൻ പറ്റില്ല. അതാ പിന്നെ നമ്മൾ എടുക്കാൻ. അതിന് നമുക്ക് എത്ര രൂപ കിട്ടി? 150 രൂപ വാങ്ങി. 130 രൂപ നമുക്ക് കിട്ടി. 130.34 കിട്ടി. നേരം വെളുത്തിട്ടോ. അങ്ങനെ 2 ട്രിപ്പ് ഓടി. ടോട്ടൽ 258 രൂപ. 6:10. നമുക്ക് എന്തായാലും ഇവിടുന്ന് ആ പാലത്തിൻ്റെ കുറച്ചപ്പുറങ്ങ് മാറി കിടക്കാം. ഇവിടെ വെയിറ്റിംഗ് തന്നെ കേട്ടോ. ട്രിപ്പ് അടിച്ചിട്ടൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കുക. ഇവിടെ ഇങ്ങോട്ട് പോയാൽ നമ്മളെ കാക്കനാട്, ഇങ്ങോട്ട് പോയാൽ തൃപ്പൂണിത്തറ, ഇരുമ്പനം. ഇത് കുറച്ചങ്ങ് പോയാൽ ഇരുമ്പനം ടൗൺ എത്തും. പിന്നെ ബാക്കോട്ട് പോയാൽ കാക്കനാട്. അങ്ങനെ ഇരിക്കുകയാണ്. ട്രിപ്പ് അടിച്ചിട്ടേ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. എന്തായാലും ചുമ്മാ കാലടിച്ച് പോകാൻ വയ്യ. വെറുതെ CNG കത്തിച്ചിട്ട് എന്താ കാര്യം. ഇവിടെ ഒരു ഡിസൈറുകാരൻ വരുന്നുണ്ട്. എങ്ങോട്ടാണ് വരുന്നത്? ഓനും ഇതേപോലെ സൈഡാക്കാൻ പകരം ഒരു ഏട്ടതാ സൈക്കിളിൽ പോണ്. അങ്ങനെ ഇരിക്കുകയാണ്. ട്രിപ്പ് അടിക്കണം. നേരത്തെ ഇറങ്ങിയതിന് കാര്യം വേണ്ടേ. നമ്മൾ നേരത്തെ ഇറങ്ങും. ഇനി മുതൽ എന്നും ഒരു 4:30-5 മണിയാകുമ്പോൾ ഇറങ്ങണം. ഇറങ്ങിയിട്ട് നേരത്തെ സൈഡാക്കണം. ഒരു 6 മണി 7 മണീൻ്റെ ഉള്ളിൽ എന്തായാലും സൈഡാക്കാനുണ്ട്. പിന്നെ ട്രിപ്പ് അടിക്കുന്നതിന് പോലെ ഇരിക്കും. നമ്മളൊരു 7 മണിയൊക്കെ ആകുമ്പോൾ റൂമിൻ്റെ അങ്ങോട്ട് അടിച്ചാൽ നമ്മൾ നേരെ പോവും. ഇല്ലെങ്കിൽ ലൊക്കേഷൻ ഇട്ട് എന്തെങ്കിലും കാണിച്ച് പോവാം. കാരണം രാത്രി ഓടുന്നത് വലിയ ബെറ്ററല്ല. രാത്രി നമുക്ക് എങ്ങോട്ടേലൊക്കെ ട്രിപ്പ് അടിക്കും. ട്രിപ്പ് അടിച്ചാൽ ചിലപ്പോൾ പിന്നെ റിട്ടേണും കിട്ടൂല. അതാണ് ഇതിൻ്റെ സീന്. ട്രിപ്പ് അടിച്ചിട്ടില്ല കേട്ടോ. 15 മിനിറ്റായി ഇവിടെ കിടക്കുന്നത്. ഇവിടെ എവിടേക്കോ സർജി ഉണ്ട്. ഇവിടെ സർജി കുന്നത്തുനാട് സർജി ഉണ്ട്. എവിടേക്കോ സർജി കാണിക്കുന്നുണ്ട്. കാര്യമില്ല, ചുമ്മാ സർജി തന്നെ ഉള്ളൂ. ട്രിപ്പില്ലല്ലോ അവിടെ. നമ്മളെന്തായാലും നമ്മളെ എയർ കുറവാണല്ലോ. അപ്പോൾ ഇവിടെ എന്തായാലും പഞ്ചർ കടകൾ ഉണ്ടാവും. ഇവിടെ എവിടെയെങ്കിലൊക്കെ നമ്മുടെ വലിയ വണ്ടികൾ വരുന്ന സ്ഥലമാണ്. അപ്പോൾ എന്തായാലും പഞ്ചർ കട ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. എന്തായാലും എയർ അടിക്കട്ടെ. എയർ അടിച്ചിട്ട് അല്ലെങ്കിൽ പമ്പിലൊന്ന് നോക്കാം. പമ്പിലുണ്ടോ നോക്കാം. പമ്പിലില്ലെങ്കിൽ എന്തായാലും ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇവിടെ എന്തുവാ നമ്മളെ പെട്രോളും കുറേ കണ്ടെയ്നറുകൾ പോകുന്ന റോഡാണ്. അപ്പോൾ എന്തായാലും പഞ്ചർ കട ഇന്നാളിതുപോലെ ഇങ്ങനെ പോയപ്പോൾ
ഇവിടെ കണ്ടായിരുന്നു പഞ്ചർ കട. എന്തായാലും ഈ ഏരിയയിൽ എവിടെയെങ്കിലൊക്കെ പഞ്ചർ കട ഉണ്ടാവും. പോയോക്കട്ടെ, പഞ്ചർ കട ഉണ്ടോ ഇവിടെ എവിടെയെങ്കിലൊക്കെ. ഇല്ലെങ്കിൽ പെട്രോൾ പമ്പൊന്ന് വല്ലതും അടിക്കാം. നമുക്ക് എയർ അടിച്ചാൽ മതി, വേറെ സീനൊന്നുമില്ല. എയർ ഇച്ചിരി കുറവാണെന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ ട്രിപ്പ് എടുത്ത് പോവുകയും ചെയ്യാം. എന്തായാലും പോയിട്ട് അവിടെ ഒരു പമ്പ് ഉണ്ട്. അവിടെ എയർ ഉണ്ടോ നോക്കട്ടെ. ഇവിടെ ഒരു പമ്പ് കാണിക്കുന്നുണ്ട്. എയർ അടിച്ചില്ല കേട്ടോ. വയറിന് ഞാൻ അടിച്ചു തരൂല എന്ന് പറഞ്ഞു. അടിച്ചു തരൂലേ വേണ്ട, ചിലപ്പോൾ അവൻ്റെ പണിയായിരിക്കില്ല. അത് എയർ അടിക്കണ വേറെ ആളായിരിക്കും. അവൻ്റെ പണി ചിലപ്പം പെട്രോൾ അടിക്കലായിരിക്കും. കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ പഞ്ചർ കട കാണുകയാണെങ്കിൽ അവിടെ കയറ്റും, ഇല്ലെങ്കിൽ പമ്പ് കയറ്റും, ചോദിക്കും. നമ്മളെന്തായാലും വന്ന് നമ്മൾ കാക്കനാട് റോഡിന് തന്നെ പോകട്ടോ. വന്ന റോഡിന് തന്നെ കുറച്ച് പോയോക്കട്ടെ. പാലിറങ്ങിയാൽ ചിലപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും പോയോട്ടെ. പഞ്ചർ കട ഉണ്ടോ? അത് തുറന്നിട്ടില്ല. അല്ലെങ്കിൽ രാവിലെ എനിക്ക് ഏത് പഞ്ചർ കട എടുക്കാനാ നോക്കട്ടെ. ഇവിടെ ഒരു പമ്പും കൂടി കാണുന്നുണ്ട്, അവിടെ പോയി ചോദിച്ചോക്കാം. അടിച്ച് തരണേ അടിച്ച് തേടാ, ഇല്ലെങ്കിൽ പിന്നെ ചോദിക്കൂല കേട്ടോ. ഇതും കൂടി ചോദിക്കുള്ളൂ. അടിച്ച് തരൂല പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുന്ന് വിടും. പിന്നെ പോട്ടെ പുല്ല്. പിന്നെ നമ്മൾ പിന്നെ എപ്പോഴേലൊക്കെ അടിക്കും, വൈകുന്നേരം ഉച്ചക്കോ എവിടുന്നേലൊക്കെ അടിക്കാം. കണ്ടെയ്നറുകളാണ് ഇഷ്ടം പോലെ വരിക. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സേഫ് ചെയ്ത് ഒതുക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ തട്ടിപ്പോവും. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ വണ്ടികളൊക്കെ കൂടി. നേരത്തെ നമ്മൾ ഇറങ്ങിയ ടൈമിലൊന്നും വണ്ടികളിലല്ല റോഡിൽ, വണ്ടികളൊക്കെ കൂടി. എയർ കുറവുണ്ടായിരുന്നു, എനിക്ക് തോന്നിയതല്ല. എയർ നല്ല കുറവുണ്ട്. അപ്പോൾ എന്തായാലും എയർ അടിച്ച് കുറച്ചങ്ങ് പോയിട്ട് മാറിക്കിടക്കാം. എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ. എന്തത് ഊബർ റാപ്പിഡോ ഇതിലും ട്രിപ്പില്ല കേട്ടോ. ആർക്കും ട്രിപ്പില്ല. ട്രിപ്പില്ലോലുണ്ടോയെന്ന് നമുക്കറിയില്ല. നമുക്ക് ഏതായാലും ഇപ്പോൾ ഈ ഇടയായിട്ട് ഇപ്പോൾ ഈ ആഴ്ചയൊക്കെ ആയിട്ട് വളരെ ഷോക്കാവും. ട്രിപ്പില്ല. ഇവിടെ ആണ് നമ്മളെ കാക്കനാട് വാട്ടർ മെട്രോ ഇവിടെ വരുന്നത്. എന്താ അവിടെയാണ് കാണുന്നത്. പിന്നെ നമ്മളെ രാജഗിരി കോളേജ്. എന്താ വിഷ്വലല്ലേ. രാവിലെ വേറെ രസമാട്ടോ, വണ്ടി ഓടിക്കാനും കാണാനും. വാട്ടർ മെട്രോ ആണ് ആ കാണുന്നത് താഴെ. അവിടെയാണ് രാജഗിരി കോളേജ് ഒക്കെ അവിടെയാണ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് ഈ ട്രിപ്പ് അടിക്കുമ്പോൾ വന്ന് നിന്ന സ്ഥലം ഉണ്ടല്ലോ, ആ പാലം, അവിടേക്കാട്ട് പോകുന്നത്. അവിടെ എത്തി നമ്മൾ കാലടിച്ച് പോകുന്നു. ഇപ്പോൾ ഇവിടെ എത്തി. എന്തായാലും ഇവിടെ എവിടെയെങ്കിലൊക്കെ നേരത്തെ സൈഡാക്കിയ സ്ഥലത്ത് ഇപ്പം ഇനി സൈഡാക്കാൻ വെക്കൂല. നേരത്തെ വണ്ടികളിലല്ലേ നമ്മൾ റോഡിൻ്റെ സൈഡിൽ തന്നെ സൈഡാക്കിന്. എന്തായാലും കുറച്ചങ്ങ് മാറ്റി എവിടെയെങ്കിലൊക്കെ ഗ്യാപ്പ് കിട്ടണമെങ്കിൽ ഒരു ഒതുക്കിയിടട്ടെ. ഞങ്ങൾക്ക് അവിടെ നിർത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടോ. ജിജോ ഗാലക്സി ഗ്രീൻസ് ചിറ്റേത്തുകര രാജഗിരി. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ബാക്ക് സൈഡ് ആണെന്നാണ് തോന്നുന്നത്. ഗാലക്സി ഗ്രീൻസ് എന്തായാലും ഒന്ന് നോട്ടെ. തോന്നുന്നത് ബാക്ക് സൈഡ് ആയിരിക്കും. നമ്മൾ താഴെ ഇറങ്ങിയിട്ട് യൂട്ടേൺ അടിക്കേണ്ടി വരും കേട്ടോ. ഇവിടുന്ന് റൈറ്റ് തന്നെ. ഇവിടെ എവിടെയോ ആണ് കിടക്കുന്നത്. എന്നാലും പോയോക്കട്ടെ. ജിജോ കസ്റ്റമർ എവിടെ? ഇതിലേറെ പോയാൽ നമ്മളെ രാജഗിരി കോളേജിലേക്ക് എത്തുന്ന റോഡാട്ടത്. ഇവിടെ റൈറ്റിലാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. ഗാലക്സി ഓക്കെ. ഇതന്നെ നമ്മളെന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യട്ടെ എടുക്കണം. അങ്ങനെ നമ്മൾ ആ ട്രിപ്പും കഴിഞ്ഞിട്ടോ 162 രൂപ കിട്ടി. ടോട്ടൽ 423 ട്രിപ്പ് 162 രൂപ. ഓൺലൈൻ പേയ്മെൻറ്റ് ഇനി 8.44 കിലോമീറ്റർ 44 കിലോമീറ്റർ 8.44. ഇത് നമ്മുടെ തൃപ്പൂണിത്തറ ബൈപ്പാസ് ഉണ്ട്, മിനി ബൈപ്പാസ് വരെ അവിടേക്കാണ്. കസ്റ്റമർ വെഹിക്കിൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ ഊബറൊക്കെ ഓൺ ചെയ്ത് ഇങ്ങനെ നിൽക്കുക. റാപ്പിഡോ ഓണായില്ല, റാപ്പിഡോ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ട്രിപ്പ് അടിച്ചപ്പം റാപ്പിഡോ കൂടി ഒന്ന് ഓൺ ചെയ്ത് നോക്കട്ടെ. റാപ്പിഡോയിൽ ഒരു ട്രിപ്പ് പോലും അടിച്ചില്ല കേട്ടോ. അപ്പോൾ ഈ ആഴ്ച റാപ്പിഡോയിൽ എനിക്ക് ആകെ അടിച്ച് 2 ട്രിപ്പോ 3 ട്രിപ്പായിട്ട് അടിച്ച്. റാപ്പിഡോ ആണെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ഓടുന്ന പെട്ടെന്ന് എമൗണ്ട് ആവും. ഒരു 3-4 ട്രിപ്പ് എടുക്കുമ്പോൾ എമൗണ്ട് ആവും റാപ്പിഡോ. നമ്മളെന്തായാലും ഇവിടെ ഇരിക്കട്ടെ, ഇവിടുന്ന് ട്രിപ്പ് അടിക്കട്ടെ. ഇവിടുന്ന് ട്രിപ്പ് അടിച്ചിട്ട് പോവാം. ഓൺലൈൻ ട്രിപ്പ് ഊബർ 162 രൂപ 8 കിലോമീറ്റർ
നേരത്തെ 5 കിലോമീറ്റർ 150 രൂപ, 8 കിലോമീറ്റർ 162 രൂപ ഓൺലൈൻ പേയ്മെൻറ്റ്. എന്തായാലും കിടക്കട്ടെ, ട്രിപ്പ് അടിക്കട്ടെ. പിന്നെ ഈ ട്രിപ്പ് എന്താ വെച്ചാൽ നമുക്ക് ഫസ്റ്റ് മാച്ച് വന്നിട്ടോ, മാച്ചൊന്നും നമുക്ക് കിട്ടിയില്ല. പിന്നെ നമുക്ക് ട്രിപ്പായിട്ട് തന്നെ വന്ന്, ഇനിയിപ്പോൾ ആരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടാണോ അതാണോ എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ നാളല്ല ഇന്ന് നമ്മളെ മോഹൻലാലിൻ്റെ രാവണപ്രഭുവേ, മോഹൻലാലിക്കല്ല ലാലേട്ടൻ്റെ പടമുണ്ട്, രാവണപ്രഭു റിലീസ് ഉണ്ട്. ഒരു മാച്ച് അടിച്ചിട്ട് നമുക്ക് കിട്ടുമോക്കട്ടെ, ഒരു മാച്ച് വന്നിട്ടുണ്ട്, മാച്ച് കിട്ടുമോക്കട്ടെ എടുക്കട്ടെ. ഇന്ന് ചിലപ്പോൾ നമ്മൾ പടത്തിന് പോവും രാത്രി, ചിലപ്പം ഉറപ്പൊന്നുമില്ല. ടിക്കറ്റ് ഉണ്ടോ നോക്കട്ടെ, ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ പോവും. കിട്ടിയില്ല കേട്ടോ, മാച്ച് കിട്ടിയില്ല, മാച്ച് കിട്ടിയില്ല. അപ്പോൾ പടം രാവണപ്രഭു റിലീസ് ഉണ്ട് എന്തായാലും. കാരണം ഇന്നലെ ആ ട്രിപ്പ് തന്നെയാണെന്ന് തോന്നുന്നു. തൃപ്പൂണിത്തറ കരിങ്ങാഞ്ചിറക്ക് 4 കിലോമീറ്റർ ഉള്ളൂ, ചെറിയ ട്രിപ്പ്. ആരുടെ പേരേതാ, റുബിൻ. നമ്മളെന്തായാലും ഈ ട്രിപ്പ് എടുക്കട്ടെ, റാപ്പിഡ് ഓഫ് ചെയ്തേക്കട്ടെ. ഇതാണ് ആ മാച്ച് വന്നില്ല, ഇങ്ങനെയാണ് ഇതിൽ വരിക. നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, സ്ക്രീനിൽ നിൽക്കാനും കഴിയില്ല, ഒന്നിനും കഴിയില്ല. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഏറ്റുമാനൂർ റോഡ്, ഗുണംകുളങ്ങര ജംഗ്ഷൻ, മാർക്കറ്റ് റോഡ്. നമ്മളിപ്പോൾ എവിടേക്ക് പോവാം? നമ്മളങ്ങോട്ടാട്ടോ, ബാക്കോട്ടാട്ടോ പോകണ്ടേ. ഇവിടെയാണ് ആ ജംഗ്ഷൻ വരുന്നത്. നമ്മളിങ്ങോട്ട് തിരിഞ്ഞെടുക്കണേ, ജംഗ്ഷൻ ഇവിടെ വരുന്നത്. 1.5 കിലോമീറ്റർ പിക്കപ്പ്. റുബിനാ പേര്, റുബിൻ. നേരത്തെ ജിജോ അല്ലേ ഇതിന് പേര്, ജിജിയാ വന്നേ. കസ്റ്റമർ അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പം, കസ്റ്റമറുടെ പേര് അങ്ങനെ. എന്തായാലും ഞാൻ ഈ കസ്റ്റമറെ ഒന്ന് പിക്ക് ചെയ്യാൻ പോട്ടെ. ഇത് നമ്മുടെ അവിടുന്ന് നേരെ നമ്മൾ ക്രോസ് ചെയ്തിട്ട് റൈറ്റ് കയറാൻ നേരെ ഇറങ്ങിയാൽ നമ്മൾ മാർക്കറ്റ് റോഡിൽ കയറും. ഇവിടുന്ന് ലെഫ്റ്റ് പോയാലും നമ്മൾ കാക്കനാട് റോഡിലോട്ട് ചാടും, റൈറ്റ് പോയാൽ നമ്മൾ കോട്ടയം റോഡിലോട്ടും ചാടും. പുതിയ കാവോ നടക്കാവോ അങ്ങോട്ടാന്ന് തോന്നുന്നു ചാടുന്നുണ്ട്. നമ്മളിത് ലെഫ്റ്റ്, ഇത് ശരിക്കും 1 വേ എന്നാണ് തോന്നുന്നു കേട്ടോ. ഈ റോഡ് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, പക്ഷെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്തായാലും. ഇതൊക്കെ ഇത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ വില്ലകളുണ്ട്. അതായത് അവിടെ കാണുന്ന ഒരു പാടത്തിൻ്റെ നടുവിടെ പോയിട്ടൊരു വില്ല. ഇതിന് മുന്നേ ഒരു ദിവസം വന്നിട്ടുണ്ട്. എനിക്ക് കോട്ടയത്തു നിന്ന് ഇങ്ങോട്ടൊരു ട്രിപ്പ് അടിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ നിന്നാണ് ഈ പിക്കപ്പ് വന്നതെന്ന് തോന്നുന്നു. പക്ഷെ അതിൽ ആ വില്ലൻ്റെ പേരൊന്നുമില്ല ഇവിടെ. പക്ഷെ അത് അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒരു പാടത്തിൻ്റെ നടുവിലൂടെ പോയിട്ട് നേരെ നമ്മൾ കയറുന്ന ഒരു വില്ലയിലോട്ടാണ് കയറുന്നത്. റോഡൊക്കെ ഇച്ചിരി മോശമാണ്, റോഡ് പിന്നെ നല്ല ഇല്ലല്ലോ, അത് വേറെ. ആടാ ഒരു ചെറുക്കതാണ് ഇരിക്കണേ, അവിടുന്ന് അതാണ് ആ കാണുന്ന വില്ല. അവിടുന്ന് ഒരു പിക്കപ്പ് ഉണ്ട്. എവിടേക്ക് തൃപ്പൂണിത്തറയിലോട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, കരിങ്ങാഞ്ചിറയിലോട്ടാണ് ഇപ്പം വന്ന വഴിയിലോട്ടാണ്. അവിടെ കാക്കനാട് റോഡിലോട്ട് വന്ന വഴിയിലോട്ട് തന്നെയാണ് പിക്കപ്പ് വന്നത്. എന്തായാലും പോയോക്കട്ടെ. അവിടുന്ന് ഇങ്ങോട്ട് കയറുമ്പം സെക്യൂരിറ്റിക്ക് എന്താ OTP വേണം, ഭയങ്കര ചെക്കിങ്. നമ്മളെ ഫോൺ നമ്പർ വേണം, എന്താണോ. ഞാൻ ഇതിന് മുന്നേ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. അന്ന് ഡയറക്റ്റ് നമ്മൾ കയറി പോകുന്നേക്കാം. പിന്നെ കസ്റ്റമർക്ക് വിളിക്കണം, കസ്റ്റമർക്ക് വിളിച്ച് കസ്റ്റമർ എന്തോ ഒരു നമ്പറൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ വിട്ടത്. ട്രിപ്പ് നമ്മുടെ ചോയ്സ് സ്കൂളിലോട്ടായിരുന്നു കേട്ടോ. ഒരു പയ്യനായിരുന്നു, മിണ്ടിയിട്ടൊന്നുമില്ല, ആൾ മിണ്ടാണ്ട് ഇരിക്കുന്നുണ്ട്, നമ്മൾ മിണ്ടിയില്ല. അങ്ങനെ അവിടുന്ന് കസ്റ്റമർ പറഞ്ഞു, നമ്മൾ പിക്ക് ചെയ്യാൻ നേരത്തെ തന്നെ കസ്റ്റമറിനോട് പറഞ്ഞു എത്ര എമൗണ്ട് നോക്കുമോ, അതിൻ്റെ കയ്യിൽ 170 ഉള്ളൂ. അപ്പം അവിടുന്ന് എമൗണ്ട് നോക്കുമ്പോൾ 128 കാണിക്കുന്നത്. അപ്പോൾ ഞാൻ നിന്നു 128 ഉള്ളൂ. അപ്പോൾ ഞാൻ നിന്നു ഓക്കെ 128. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു 150 170 അവൻ്റെ കയ്യിലുണ്ട്, 128 മാക്സിമം 150 വരെയൊക്കെ ആവുള്ളൂ. കാരണം ഇവിടുന്ന് ഇപ്പം നോക്കിയിട്ട് കാലം നമ്മൾ ട്രിപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എത്രയാണ് എമൗണ്ട് വരുന്നത് കാരണം. അപ്പം എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, അവൻ്റെ കയ്യിൽ എമൗണ്ട് ഉണ്ട്, പോകാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ എത്തി 190
190 ക്യാഷ് കളക്ട് കാണിച്ചത്. നമുക്ക് കിട്ടിയത് എത്ര? 122. നമുക്ക് 122 രൂപ കിട്ടി. അങ്ങനെ അത് കഴിഞ്ഞു, ഇറക്കിയാണ് വന്നത്. പക്ഷെ കസ്റ്റമർ വേറെ മൂട്. കസ്റ്റമർ തന്നത് നമുക്ക് ചില്ലർക്ക് ആവശ്യമുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത് ചില്ലറ ഇല്ലായിരുന്നു, ഇഷ്ടം പോലെ ചില്ലറ കിട്ടി. ഇപ്പം ചില്ലർക്ക് എവിടെയും പോകണ്ട. കാരണം നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നു ചില്ലറ എവിടുന്ന് കിട്ടും, ചില്ലറ എവിടുന്ന് കിട്ടും. കറക്റ്റ് ടൈമിലാണ് ഈ ട്രിപ്പ് കിട്ടി. 190 ചില്ലറ കിട്ടി. 250, 20, 320 ആയിട്ട് ചില്ലറ കിട്ടി. ഇനിയിപ്പോൾ ചില്ലർക്ക് എവിടെയും പോകണ്ട. മറ്റേ നമ്മൾ ചില കസ്റ്റമേഴ്സ് അവർ 500 കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് ചില്ലറ ഉണ്ടാവില്ല കൊടുക്കാൻ. ചോയ്സ് സ്കൂള് നമ്മൾ അതിലാട്ടെ എൻട്രൻസ് വരുന്നത്. നമ്മൾ ഇതിലെങ്ങനെയൊക്കെ ഇറങ്ങിയിട്ട് അവരിറക്കി ഇതിലെങ്ങനെ വന്ന് ഈ പാലത്തിൻ്റെ സഹിക്കാം. അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ഇവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും. ട്രിപ്പ് അടുത്തത് എപ്പോൾ അടിക്കുമെന്ന് അറിയില്ല. ആകെ 4 ട്രിപ്പ് കൂടി 543 രൂപ. ഒക്കെ 120, 130 ട്രിപ്പ്. വലിയ ട്രിപ്പ് അടിക്കണം, നല്ല പെട്ടെന്ന് എമൗണ്ട് ആവുള്ളൂ. പക്ഷെ വലിയ ട്രിപ്പ് നമുക്ക് നഷ്ടം കേട്ടോ. കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ 15 രൂപ 16 രൂപ വെച്ച് കിട്ടുള്ളൂ. ഇതാകുമ്പോൾ എമൗണ്ട് കയറൂല, ചെറിയ എമൗണ്ടിലേ കിടക്കുള്ളൂ. പക്ഷേ നമുക്ക് കിലോമീറ്ററിന് അത്യാവശ്യം റേറ്റ് കിട്ടുക ഇങ്ങനത്തെ ട്രിപ്പിനാണ്. ഏതായാലും ഇവിടുന്ന് വിടാൻ പോകട്ടോ. ഇവിടെ ചുമ്മാ ഒന്ന് നിർത്തിയതാ കുറച്ച് വെള്ളം കുടിക്കാനൊക്കെ. എന്തായാലും നമ്മൾ നേരെ ഇരുമ്പനം ജംഗ്ഷനിൽ പോയിക്കാം. ഇവിടുന്ന് വിടട്ടെ. ഇവിടെ നിന്നിട്ട് കാര്യം ഉണ്ടാവില്ല ഈ നേരത്ത്. ആരപ്പോൾ സ്കൂളിൽ നിന്ന് ആരും അങ്ങാടിക്ക് പോലല്ലോ. എല്ലാവരും അങ്ങാടിയിൽ നിന്ന് സ്കൂൾക്കല്ലേ വരും, വീട്ടിൽ നിന്ന് സ്കൂൾക്കല്ലേ വരും. എല്ലാവരും സ്കൂളിൽ നിന്ന് വീട്ടിൽ പോകുന്ന ടൈം ആയില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും സ്കൂളിൽ നിന്ന് വീട്ടിൽ പോകുന്ന ടൈം ആകുമ്പോൾ ഇവിടെ ഇടയിൽ ഉണ്ടെങ്കിൽ ഇവിടെ സ്കൂളിൻ്റെ അവിടെ നിൽക്കാം. എന്തായാലും ഇരുമ്പനം ജംഗ്ഷനിൽ പോയി നിൽക്കാം. അവിടെ ഇടയിലൊക്കെ സൈഡാക്കിയിട്ട് ഒന്ന് ട്രിപ്പ് അടിക്കട്ടെ. നമുക്കിതുവരെ ട്രിപ്പൊന്നും അടിച്ചില്ല കേട്ടോ. കുറേ നേരമായി, ഒരു 10-15 മിനിറ്റോളമായി നമ്മളിവിടെ നിൽക്കുന്നത്. ഇതുവരെ ട്രിപ്പും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല. ഞാൻ എപ്പം നോക്കുമ്പോൾ ഈ കുന്നത്തുനാട് എന്ന സ്ഥലത്ത് എപ്പോഴും സർജാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെയാണ്? ഇരുമ്പനം ജംഗ്ഷനിൽ. ഇവിടെ നേരെ പോയാൽ ഇവിടെ സർജുണ്ട്. അതൊക്കെ മാനിപ്പുലേറ്റ് ആണ് എല്ലാവരും പറയുന്നത്. പക്ഷേ നമ്മളെന്തായാലും പോകുന്നില്ല, നമ്മളിവിടെ നിൽക്കും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി ഇവിടെ ഇരിക്കും. അങ്ങനെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കുറച്ച് അപ്പുറത്തേക്ക് എന്തായാലും മാറിപ്പോവും. ഇവിടെ നിന്നിട്ട് ട്രിപ്പ് അടിക്കുന്നില്ലേ, പിന്നെ അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. കുറച്ച് അങ്ങോട്ടോ മാറി. ഇവിടെ എപ്പോഴും സർജ. ഈ കുന്നത്തുനാട് അതേമാതിരി കനയന്നൂരോ എന്നൊരു സ്ഥലമുണ്ട്. അതവിടെ ഇവിടെ തന്നെ. ഈ സ്ഥലം ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ എപ്പം നോക്കുമ്പോൾ കൂടുതൽ ടൈമും സർജ് കാണിക്കുന്നതാണ്. കുന്നത്തുനാട്ടിൽ സർജ് ഉണ്ട്. ഇവിടെ സർജ് നമ്മളെ വൈപ്പിൻ ഭാഗം ഇത് ഇവിടെയും സർജ് ഉണ്ട്. സർജൊക്കെ വെറുതെ ട്രിപ്പ് ഉണ്ടെങ്കിൽ അടിച്ചോളും. സർജ് നോക്കി കഴിഞ്ഞാൽ CNG തീരുന്നല്ലാതെ ട്രിപ്പ് അടിക്കട്ടെ. എന്തായാലും ചിലപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടുന്ന് വണ്ടി എടുത്ത് പോകും. ഇപ്പോൾ റോഡുകളിലൊക്കെ തിരക്കായിട്ട് ഇപ്പോൾ ഒരു വാഗനർ അവിടെ ഉണ്ട്. നമ്മളെ ബാക്കിൽ അവിടെ ഒരു ഷിഫ്റ്റ് ഉണ്ട്. ഇവിടെ ഒരു ഇയോൺ നിർത്തിയിട്ടുണ്ട്. എല്ലാവരും ട്രിപ്പില്ലാതെ കൊണ്ട് സാധാരണ. ഇപ്പം പൊതുവേ ആർക്കും ട്രിപ്പില്ല എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവിടെ നിൽക്കട്ടെ, ട്രിപ്പ് അടിക്കട്ടെ. ഒരു മാച്ച് വന്നു അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഇൻഫോ പാർക്കിലോട്ട്. കിട്ടിയില്ല. ഇനി മറ്റേ ഊബർ ഫേക്ക് അടുപ്പിച്ചാന്നും അറിയാൻ പറ്റില്ല. ഞാൻ നിൽക്കി നോക്കി, ഇതുവരെ കിട്ടിയില്ല. എന്തായാലും നോക്കട്ടെ, ട്രിപ്പ് അടിച്ചിട്ട് പോവാം. അടുത്ത പരിപാടി നോക്കാം. ട്രിപ്പ് അടിക്കാൻ നോക്കാം നമ്മൾ, ഇല്ലെങ്കിൽ ഒന്ന് മാറ്റിയിടാം. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നത് വൈറ്റിലെ ഭാഗത്ത് നമ്മൾ ബാക്ക് സൈഡിലേക്ക് ഒന്ന് പോയി. പക്ഷെ അങ്ങോട്ട് പോയാൽ വണ്ടി നിർത്താൻ സ്ഥലം ഉണ്ടാവില്ല. ബാക്ക് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഇപ്പം എടുത്ത് പോകും, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നോക്കും ട്രിപ്പ് ഉണ്ടാവും. അല്ലെങ്കിൽ എന്തായാലും പോവും. ഇവിടുന്ന് മാറ്റണം വണ്ടി. ട്രിപ്പ് അടിക്കണം. ചുമ്മാ അവിടെ ഇരുന്ന് പോസ്റ്റ് അടിച്ച് ബോറടിക്കുക. ട്രിപ്പല്ലേ ബോറാ. ഇപ്പോൾ ഈ 120 130 ട്രിപ്പ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വലിയ ബോറടിക്കൂല. ട്രിപ്പ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രിപ്പില്ലാതെ ഷോക്ക് അടിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് മടുപ്പാവും, വീട്ടിൽ പോകാൻ തോന്നും. പറഞ്ഞില്ല, ഈ കനയന്നൂർ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് സർജറി അവിടെ വന്നിട്ടോ. ഈ ഭാഗം സർജായി, ചുമ്മാ സർജാണ്. ട്രിപ്പൊന്നുമില്ല. സർജനായി ട്രിപ്പ് അടിക്കണ്ട വെറുതെ. ട്രിപ്പൊന്നും നമ്മളെന്തായാലും ഇവിടുന്ന് പോവാം. നമ്മൾ ഏത് ഭാഗത്തോട്ട് പോകുന്നതാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. നമ്മുടെ ഈ ബാക്കിലോട്ട് പോയേക്കണം, വൈറ്റിലെ ഭാഗത്തോട്ട്. അവിടെ ഇടയിലൊക്കെ സൈലം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് സൈഡാക്കാം. എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല, ഇവിടുന്ന് പോവാം. കുറേ നേരമായാലും ഇവിടെ നിൽക്കണേ. ട്രിപ്പില്ലാതെ നിന്നിട്ട് ഇനി വേറെ എവിടെയെങ്കിലൊക്കെ പോയി പോസ്റ്റ് അടിക്കാം.
ഇവിടുന്ന് വണ്ടി എടുത്തു. പിന്നെ പോയിക്കൊണ്ടിരിക്കുക, നമ്മൾ വയറ്റിലെ ഭാഗത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇരുമ്പല പാലം കയറാം. ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അവിടെ പോട്ടെ, ഇടയിലൊക്കെ കൊണ്ട് സൈഡാക്കാം. ട്രിപ്പ് അടിക്കാതെ ഇവിടെ പോകാൻ വൈകുന്നേരം ആകുമ്പോൾ ശരിയാവും. വിചാരിക്കണ ശരിയായാൽ മതി. തൃപ്പൂണിത്തുറ പോകണോ? ട്രെയിൻ വരുന്നുണ്ട്. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ ചിലപ്പം ട്രിപ്പ് അടിക്കും. ജസ്റ്റ് ഒന്ന് പോയി നോക്കണോ, അപ്പം എങ്ങാനും അടിച്ചാലോ അഥവാ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ ഒന്ന് നോക്കട്ടെ. എന്തായാലും ആ ഭാഗത്തോട്ട്, റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തോട്ട് ഒന്ന് പോയട്ടെ. അവിടെ താഴെ തന്നെ കേട്ടോ മെട്രോയും. ആ ഭാഗത്തോട്ട് പോയി നോക്കിയാൽ ചിലപ്പോൾ അടിക്കും. അതാകുമ്പോൾ അവിടെ ആകുമ്പോൾ വണ്ടി എങ്ങനെയൊക്കെ പാർക്ക് ചെയ്യുകയും ചെയ്യാം. നമുക്ക് സ്ഥലമുണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ. എന്തായാലും പോയി നോക്കട്ടെ. ജസ്റ്റ് അതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം. പാലിറങ്ങിയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലൊക്കെ സൈഡൊക്കെ ഇവിടെ എല്ലാം തണലുണ്ട്. ഇനി പിന്നെ ട്രിപ്പ് അടിച്ചിട്ട് പോവാം. ചുമ്മാ കറങ്ങി CNG കഴിച്ചിട്ടും കാര്യമില്ലേ. കണ്ടോ വണ്ടിക്കാരൊക്കെ ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. കുറേ വണ്ടിക്കാർ സൈഡാക്കിയിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് പോയിട്ട് നമുക്കൊന്ന് കറങ്ങി വരാം. അഥവാ ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും അവിടെ എവിടെയെങ്കിലൊക്കെ തണലും കണ്ട സൈഡാക്കാം. എന്തായാലും നോക്കട്ടെ ട്രിപ്പ് അടിക്കുമോ. നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്നൊക്കെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ വന്നതിന് ശേഷം എന്തായാലും നോക്കട്ടെ ട്രിപ്പ് അടിക്കോക്കാം. ഇതിൽ എന്തായാലും പോയി ഒന്ന് കയറി ഇറങ്ങിയ നേരെ പോയാൽ നമ്മൾ തൃപ്പൂണിത്തുറ ആ കരിങ്ങാഞ്ചിറയിലോട്ട് നേരെ ചോടും. ഇത് നേരെ അങ്ങ് പോയാൽ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ കയറും, നേരെ അപ്പുറത്തോട്ട് ചോടും. ഇവിടെ തന്നെയാണ് മെട്രോയും വരുന്നത്. എന്തായാലും നോക്കട്ടെ. നമുക്ക് ഇങ്ങനെ പോയിട്ട് അവിടുന്ന് ഒരു ഇതുണ്ട്, റൗണ്ട് ബോട്ട് ഉണ്ട്. അവിടുന്ന് തിരിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ വരാം. എന്നിട്ട് അവിടെ എവിടെയെങ്കിലൊക്കെ സൈഡാക്കിയിടാം ട്രിപ്പ് അടിക്കണ നേരം. അല്ലെങ്കിൽ അവിടെ മിൽമ ഉണ്ട്, നമ്മൾ മിൽമയിൽ പോയിട്ട് ചാടിക്കാം. അല്ലെങ്കിൽ എന്തായാലും നോക്കട്ടെ. ഇതാട്ടോ തൃപ്പൂണിത്തുറ മെട്രോ. ഇത് മെട്രോ നേരെ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനെത്തി. നമ്മളെന്തായാലും ഇവിടുന്ന് യൂട്ടേൺ അടിക്കാം കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അവിടെ അതാണ് റെയിൽവേ സ്റ്റേഷൻ. അവിടെ പോയിട്ട് കാര്യമില്ല, കാരണം അവിടെ എപ്പോഴും ബ്ലോക്കാണ്. ചെറിയ റോഡാണ്. ഇറങ്ങിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ട്രിപ്പ് ഉണ്ടെങ്കിൽ ഈ ടൈമിലൊക്കെ അടിക്കേണ്ട ടൈം കഴിഞ്ഞു എല്ലാവർക്കും. ട്രിപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എങ്ങനെ നിൽക്കുന്നത്. ട്രിപ്പ് അടിക്കുമോ ഊബർ ഒന്ന് കനി. ഊബർ റാപ്പിഡോ കഴിഞ്ഞാലും മതി, ഊബർ തന്നെ കണിയെന്നൊന്നുമില്ല. 2 ലോങ് ട്രിപ്പ് അടിക്കേ, 2 പോരട്ടോ, 10-15 അടിക്കട്ടെ. ഇവിടെ എവിടെയെങ്കിലൊക്കെ സൈഡാക്കട്ടെ. ഇവിടെ കുറച്ചങ്ങ് പോയിട്ട് ഒരു തണലുണ്ട്, അവിടെ സൈഡാക്കാം. പാലത്തിൻ്റെ താഴെ ട്രിപ്പ് അടിച്ചിട്ട് പിന്നെ എടുക്കുള്ളൂ. ഇവിടെയൊക്കെ സൈഡാക്കട്ടോ, വേണ്ട. നമുക്ക് നല്ല തണൽ കിട്ടാം. നല്ല ടണലിട്ട് പോയി സൈഡാക്കുന്നുണ്ട് നമ്മൾ. എന്നിട്ട് ട്രിപ്പ് അടിച്ചിട്ട് പോകുന്നു. ചുമ്മാ കറങ്ങി CNG ഇങ്ങനെ കഴിയുന്നുണ്ട്. അതാണ് ഇപ്പം ഇല്ല കുഴപ്പം. ഇനിയിപ്പോൾ ചിലപ്പോൾ ട്രിപ്പ് ബാക്കിൽ നിന്ന് അടിക്കും. അതുണ്ട് മെട്രോന്നോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ അടിക്കും. അപ്പോൾ വീണ്ടും ബാക്കോട്ടൊരു പോകണം. ഇവിടെ എവിടെയെങ്കിലൊക്കെ സൈഡാക്കാൻ സ്ഥലം നോക്കട്ടെ. ഇവിടെ ഉണ്ടാവും, ഇവിടെ സൈഡാക്കാൻ സ്ഥലം ഉണ്ടാവില്ല സാധാരണ. അതവിടെ ഇവിടെ എവിടെ ഞാൻ സൈഡാക്കും നോക്കട്ടെ. ഇവിടെ സൈഡാക്കട്ടെ വേണ്ടിട്ടോ. അപ്പം ഇവിടെ സൈഡാക്കിന് നേരെ പാലത്തിൻ്റെ താഴെ. ഇനി ഇവിടുന്ന് ട്രിപ്പ് അടിച്ചിട്ട് പോകുള്ളൂ. ഇതിലെ റോഡുണ്ട്, നമ്മൾ ബാക്കിലൂടെ ആയിട്ട് വന്നത്. ഇനിയിപ്പോൾ ഇവിടെ സൈഡാക്കാൻ പറ്റൂല, അറിയില്ല. എന്തായാലും നമ്മളിവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഇനി ട്രിപ്പ് അടിച്ചിട്ട് ഇവിടുന്ന് പോകണുള്ളൂ. ട്രിപ്പ് അടിക്കട്ടെ വേഗം ട്രിപ്പ് അടിക്കട്ടെ. ട്രിപ്പ് അടിച്ചാൽ നമ്മൾ പോകും. എത്രയും പെട്ടെന്ന് ട്രിപ്പ് അടിക്കണോ അത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് പോകും. എന്ത് ചെയ്യാം, ട്രിപ്പില്ല ഗായ്സ്. പുറത്തിറങ്ങി നിൽക്കണോ, ചൂട് കൊണ്ട് നിൽക്കണ്ടല്ലോ. പക്ഷെ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്, അതിലൊന്നും ആരും ഇറങ്ങിയില്ല. ട്രെയിനിലൊന്നും ആളില്ലേ, ബസ്സിലത്തെ മാതിരി ആയപ്പോൾ. ബസ്സിന് മുമ്പിലൊന്നും ആളില്ലാത്ത മാതിരി ട്രെയിനിലും ആളില്ലാതെയോ. ട്രിപ്പ് അടിക്കട്ടെ, ട്രിപ്പ് അടിച്ചിട്ട് പോകും. ഇവിടെ നിൽക്കട്ടെ. ഇപ്പോൾ 2 ട്രിപ്പ് വന്നിട്ടോ. ഫസ്റ്റ് ഒന്ന് 2 മാച്ച് വന്നു. ഒരു മാച്ച് വന്നു ഇൻഫോ പാർക്കിലോട്ട്. വലിയ താല്പര്യമല്ല എടുക്കാൻ, പിന്നെ ഞാൻ നെക്കി കിട്ടിയില്ല. പിന്നൊരു ട്രിപ്പും കൂടെ വന്ന്, അത് എവിടേക്കാൻ നോക്കിയില്ല, പക്ഷെ അതും കിട്ടിയില്ല. മാച്ചാ വന്ന്. ഓവർ പറ്റിക്കാണാവോ നമ്മളെ. ഞാൻ അടുത്ത ട്രിപ്പ് കിട്ടുമോ നോക്കട്ടെ. അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മൾ. അടുത്ത് വരട്ടെ. എനിക്ക് തോന്നുന്നപ്പോൾ ട്രെയിൻ വന്ന് ഇറങ്ങിയല്ലോ, ഒരു ട്രെയിൻ വന്നല്ലോ. അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ ട്രിപ്പ് അടിക്കും.
നോക്കട്ടെ. നമ്മളെ ഊബർ ഓഫ് ചെയ്തിട്ടോ റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചു. എവിടുക്കാൻ നോക്കിയില്ല. 1.5 കിലോമീറ്റർ എന്തോ പിക്കപ്പ് ഉണ്ട്. എവിടുക്കാൻ നോക്കാൻ ടൈം കിട്ടിയില്ല. തൃപ്പൂണിത്തുറ 1.5 കിലോമീറ്റർ പിക്കപ്പോ. എന്തായാലും പോയി നോക്കാം. എവിടുക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. 2 കിലോമീറ്റർ പിക്കപ്പോ. ഇങ്ങനെ പോയിട്ട് കോളേജ് റോഡ് എന്തായാലും പോയി നോക്കട്ടെ. റാപ്പിഡോയിൽ കണ്ടോ ഇപ്പം 800 മീറ്റർ ആയിട്ടോ. ഇപ്പം നമ്മൾ അവിടുന്ന് ലെഫ്റ്റ് കയറാതെ നേരെ പോയിട്ടൊരു 100 മീറ്റർ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് കയറിയാൽ മതി. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ലെഫ്റ്റ് കയറി നേരെ പോന്നിട്ട് ഒരു റൈറ്റ് ഉണ്ട്, ഒരു മാർക്കറ്റ് റോഡ്. ചെറിയ റോഡാണ്. അതിൽ കയറിയപ്പോൾ റാപ്പിഡോ കാണിച്ച് 2 കിലോമീറ്റർ ഇനിയും പോകാണ്ടെന്നാണ്. നമ്മളിങ്ങനെ പോന്നിട്ട് ഇവിടുന്ന് ഒരു ചെറിയ റോഡ് കട്ട് ചെയ്ത് കയറി. ചെറിയ റോഡാണ് ഇത്. ഡയറക്റ്റ് കയറി ചെല്ലണത് നമുക്ക് അത്രയും പിക്കപ്പ്, ലോങ് പിക്കപ്പ് കുറഞ്ഞു. ഇപ്പം ഉണ്ട് 700 മീറ്റർ ആയി. മറ്റേ 2 കിലോമീറ്റർ ആണ് നമ്മൾ ആ റോഡ് കയറിയപ്പോൾ റാപ്പിഡോ കാണിച്ചത്. റാപ്പിഡോ നല്ല റോഡുകൾ മാത്രമേ റാപ്പിഡോ കാണിക്കുള്ളൂ. അതാണ് മെയിൻ ഇഷ്യൂ. എന്താണോ ഇങ്ങനെ ഒരു മേപ്പടി. ഇത് നമ്മൾ നേരെ തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡിലോട്ട് അങ്ങ് എത്തും. നമ്മൾ അതിലെ ലെഫ്റ്റ് കയറി നേരെ പോയിട്ട് കറങ്ങി വരണ്ട. ഇത് ചെറിയൊരു ഷോർട്ട് കയറിയിട്ട് ഇത് മാപ്പിൽ ഈ റോഡ് കാണിക്കൂല. നമ്മൾ ഈ റോഡിലോട്ട് കയറി കഴിഞ്ഞാലേ കിട്ടുള്ളൂ. ഞാൻ എന്തായാലും കസ്റ്റമർ പോയി പിക്ക് ചെയ്യട്ടെ. 400 മീറ്ററും കൂടി ഉള്ളൂ. എന്തായാലും പിക്ക് ചെയ്തിട്ട് കാണാം കേട്ടോ. ഇപ്പോഴോലെ ട്രിപ്പ് കഴിഞ്ഞ് പെർ കിലോമീറ്റർ 25 രൂപ കിട്ടി. ടോട്ടൽ നമ്മൾ 8 കിലോമീറ്റർ കിട്ടി. 210 രൂപ. ഊബറിലെ കിട്ടൂല. സ്പോട്ട് തന്നെ നമുക്ക് വേറെ ട്രിപ്പും റാപ്പിഡോ ഓഫ് ചെയ്തേക്കട്ടെ. ഒരു ട്രിപ്പും കൂടെ അടിച്ച് ഇൻഫോ പാർക്കിലോട്ടാണ്. ഞാൻ ബ്ലോക്കൊക്കെ അപ്പോൾ ഞാൻ പോണേ. നല്ല ബ്ലോക്കൊക്കെ ഇൻഫോ പാർക്കിൽ. എവിടെ ഇത് കിടക്കണേ? ഓക്കെ അങ്ങനെ തിരിച്ചിട്ട് ബാക്കിലാണല്ലേ കിടക്കണേ. നമുക്ക് ഇതിലെ കയറാൻ, അപ്പുറത്ത് കൂടെ കയറാം. റിവേഴ്സ് അടിച്ച് പോയിട്ട് അതിലെ കയറിയിട്ട് ഇവിടുന്ന് യൂട്ടേൺ അടിക്കുക. നമ്മളെ മെഡിക്കൽ സെൻറ്ററിൻ്റെ റൂട്ടിൽ നിന്ന് നേരെ അങ്ങോട്ട് ബാക്കോട്ട് ഇപ്പോൾ പോയിണെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ പാലാരിവട്ടം ആ ഫ്ലൈ ഓവറിൻ്റെ താഴെ കൂടെ യൂട്ടേൺ അടിച്ച് പോരണം. ഇതിന് നല്ല നമ്മൾ ഇങ്ങോട്ട് സർവീസ് റോഡ് തന്നെ ബാക്കിലോട്ട് തന്നെ വന്നിട്ട് ഈ NH കയറുക. NH കയറിയിട്ട് ഇവിടെ മെഡിക്കൽ സെൻറ്ററിൻ്റെ ഒരു യൂട്ടേൺ ഉണ്ട്. അതിലെ യൂട്ടേൺ അടിച്ച് പോയാൽ നമുക്ക് എത്രയോ കിലോമീറ്റർ കുറയും. ഇപ്പോൾ ഉണ്ടോ ഇതിലിപ്പോൾ 1.5 കിലോമീറ്റർ കാണിക്കുന്നത്. നേരത്തെ 2.5 കിലോമീറ്ററാണ് പിക്കപ്പ് കാണിച്ചത്. അതാണ് മാറ്റം. നമ്മൾ വെറും ഗൂഗിൾ മാപ്പിനെ നമ്പി പോയാൽ ചിലപ്പം ഗൂഗിൾ മാപ്പ് പണി വരും. ഈ ട്രിപ്പ് അടിച്ചത് ഇൻഫോ പാർക്കിലോട്ടാണ്. ഇൻഫോ പാർക്കിലോട്ട് അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ നേരത്തെ ബ്ലോക്കിൽ കിടക്കും ഉറപ്പാ. 8 കിലോമീറ്റർ ഓടാൻ എത്ര 34 മിനിറ്റോ അത്ര കാണിച്ചത്. അത് ഫസ്റ്റ് മാച്ചായിട്ട് വന്നു. ഞാൻ എടുത്തില്ല, ഞാൻ നോക്കി. ഇൻഫോ പാർക്കിലോട്ടാണ്. അത് കഴിഞ്ഞിപ്പോൾ ട്രിപ്പായിട്ട് വന്നു ഇൻഫോ പാർക്കിലോട്ട്. അത് പിന്നെ ട്രിപ്പ് വന്നാൽ നമ്മൾ എടുത്തിട്ടില്ല, നമ്മൾ അക്സെപ്റ്റിംഗ് റൈറ്റിനൊക്കെ ബാധിക്കും. അതുകൊണ്ട് എടുക്കൽ നിർബന്ധം. ഞാൻ എടുത്തു. എന്തായാലും ഇപ്പോൾ നോക്കണ്ട, ട്രിപ്പ് അടിച്ചില്ലേ പോവാം. 24 രൂപയാണ് നമുക്ക് ആ റാപ്പിഡോൻ്റെ ട്രിപ്പ് കിട്ടി. വെറും 8.5 കിലോമീറ്റർ. ഇതും എത്രയോ 8.5 കിലോമീറ്റർ. നമുക്ക് നോക്കാം എത്ര ഇതിന് കിട്ടുന്നത്. അത്ര എമൗണ്ട് കിട്ടൂല. 25 കിലോമീറ്റർ പെർ കിലോമീറ്ററിന് നമുക്ക് കിട്ടിയത് റാപ്പിഡോയിൽ. ഇതിൽ ഊബറിൽ കിട്ടൂല. ഊബറിൽ 17 രൂപ 18 രൂപ ചിലപ്പോൾ കിട്ടും, ചിലപ്പം കൂടുതലും കിട്ടില്ല. നോക്കട്ടെ എന്തായാലും. ഒരു ഇല്ലമല്ലൊരു ഒരു അപ്പാർട്ട്മെൻ്റാണിത്. ഇല്ലം പറഞ്ഞ ഇല്ലെന്നാണ് പേര്. ഇല്ലം അടിപൊളിയാണ്, കാണാൻ ഭയങ്കര അടിപൊളിയാണ്. അതായത് ആ സ്ട്രക്ചറൊക്കെ കാണാൻ. എന്തായാലും ഇവിടെയാണ് കസ്റ്റമറില്ലേ, എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്തിട്ട് കാണാം. ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അതിൽ 174 രൂപ 24 മിനിറ്റ് എടുത്ത് 7.54 8 കിലോമീറ്റർ ഓടിയിട്ട് 174 രൂപ കിട്ടി. റാപ്പിഡോയിൽ നേരത്തെ 8 കിലോമീറ്റർ ഓടിയാണ് 210 രൂപ നമുക്ക്. 220 രൂപ ക്യാഷ് കളക്ട് ചെയ്തിട്ടുണ്ട് ഊബർ. പക്ഷെ നമുക്ക് കിട്ടുന്നത് 174 രൂപ. നമുക്ക് റാപ്പിഡോയിൽ ഒരു ട്രിപ്പും കൂടി അടിച്ച് ഇൻഫോ പാർക്കിലോട്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോയി. അത് അത്യാവശ്യം റേറ്റ് ഉണ്ടാവും റാപ്പിഡോയിൽ. ഇപ്പോൾ ഈ ചെറിയ ട്രിപ്പുകൾക്ക് റാപ്പിഡോയിൽ നല്ല റേറ്റ് ഉണ്ടാവും. ഇതെന്തായാലും അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. റാപ്പിഡോയിൽ എപ്പോഴും ചെറിയ ട്രിപ്പുകൾ എടുത്താൽ നല്ല റേറ്റ് കിട്ടും നമുക്ക് കിലോമീറ്ററിന്. പക്ഷെ ബ്ലോക്ക് ആയിട്ടില്ല ഇൻഫോ പാർക്ക്.
നമുക്ക് വലിയ ബ്ലോക്ക് കിട്ടിയില്ല. ചെറിയ റോഡിൽ കൂടെ ഷോർട്ട് റോഡ് എടുത്താൽ ഞാൻ പോകുന്നത്, ബ്ലോക്ക് ഉണ്ടാവും വിചാരിച്ച്. പക്ഷെ ബ്ലോക്ക് നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അങ്ങ് പോന്നപ്പോൾ ബ്ലോക്ക് കിട്ടിയില്ല. ഞാനിപ്പോൾ ബ്ലോക്കാന്ന് വിചാരിച്ചാണ് മെയിൻ റോഡുകളൊന്നും എടുക്കാതെ ഷോർട്ട് റോഡ് കുറച്ച് കട്ടറൊക്കെ ഉണ്ട്. ഷോർട്ട് റോഡ് ഇപ്പോൾ കസ്റ്റമറോട് വെച്ച് പറഞ്ഞത് ഷോർട്ട് റോഡ് പോയാൽ മതി, അവിടെ ബ്ലോക്ക് ആയിരിക്കും പറഞ്ഞു. അങ്ങനെ പോന്ന് പക്ഷെ ബ്ലോക്ക് കിട്ടിയില്ല. നമ്മളെന്തായാലും ഈ റാപ്പിഡോയിൽ അടിച്ച കസ്റ്റമർ ഒരു 850 മീറ്ററും കൂടെ ഉണ്ട് പിക്ക് ചെയ്യാൻ. എന്തായാലും പിക്ക് ചെയ്തിട്ട് ഇൻഫോ പാർക്ക് ഫേസ് 1 തോന്നുന്നത്. റാപ്പിഡോയിൽ ട്രിപ്പ് എന്താ പറയുക, നമ്മൾ നോക്കില്ല, ഞാൻ സാധാരണ നോക്കില്ല, കിട്ടുന്ന ട്രിപ്പ് എടുക്കില്ല. കാരണം റാപ്പിഡോയിൽ നമുക്ക് എന്തായാലും 21, 22, 20, എന്തായാലും 34. നേരത്തെ ഫസ്റ്റ് നമുക്ക് ട്രിപ്പ് കിട്ടിയത് 25 രൂപയാണ് ഒരു കിലോമീറ്ററിന് നമുക്ക് കിട്ടി. അങ്ങനെ ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ നമ്മൾ നോക്കൂലല്ലോ, നമ്മളെല്ലാ ട്രിപ്പ് എടുക്കും. ഊബറിൽ നമുക്ക് ട്രിപ്പ് വരുമ്പോൾ നമുക്ക് മടുപ്പാണ്. അതായത് ഇവർ കസ്റ്റമർ അടുത്ത് നിന്ന് എമൗണ്ട് വാങ്ങുന്നുണ്ട്, നമുക്ക് തരുന്നില്ല. അപ്പോൾ 220 രൂപ ക്യാഷ് കളക്ട് ചെയ്തിട്ട് 174 രൂപ നമുക്ക് അവരെ കമ്മീഷനും പിടിച്ചിട്ട് നമ്മളിപ്പോൾ ആ ട്രിപ്പ് എടുത്തിട്ട് റാപ്പിഡോയിൽ ആ ട്രിപ്പ് നോക്കി 45 രൂപ പെർ കിലോമീറ്ററിന് നമുക്ക് കിട്ടി. പെർ കിലോമീറ്റർ 45 രൂപ, ആകെ 2.5 കിലോമീറ്റർ. പക്ഷെ 9 മിനിറ്റ് 10 മിനിറ്റ് എടുത്ത് എന്നാലും കുഴപ്പമില്ല. പെർ കിലോമീറ്ററിന് നമുക്ക് 45 വെച്ച് കിട്ടി. 45 പോയിന്റ് എത്ര, 2 കിലോമീറ്റർ ഊബർ 97 റുപ്യ വരും. നമുക്ക് പെർ കിലോമീറ്ററിന് 45 വെച്ച് കിട്ടി. ഊബറിൽ 2 കിലോമീറ്റർ പോയാൽ 97 റുപ്യ കിട്ടും. നോക്കണ്ട, പക്ഷെ ഊബറിലെ ട്രിപ്പ് ഊബറിലേ ഉള്ളൂ. നമുക്ക് റാപ്പിഡോയിലേ അടുത്ത ട്രിപ്പ് അടിച്ചു, അത് കിട്ടിയില്ല. അത് ഇൻഫോ പാർക്ക് സ്മാർട്ട് സിറ്റിയിലോട്ടേനി. അതിപ്പോൾ ഇവിടെ നിന്ന് ഇടുന്നതിലൊക്കെ ആയിരിക്കും, പുറത്തുനിന്ന് ഇടുന്നതിലൊക്കെ ആയിരിക്കും. പക്ഷെ അത് കിട്ടിയെങ്കിൽ നല്ലൊരു ഇതേനെ, അത്യാവശ്യം ഇത് കിട്ടും, ഫെയർ കിട്ടും നമുക്ക്. അത് പോയിട്ട് അത് മിസ്സായിപ്പോയി. പക്ഷേ ആ ട്രിപ്പ് മിസ്സായിപ്പോയി. നമ്മൾ റാപ്പിഡോയിൽ 340 ഏൺ ചെയ്തു. ഊബറിലൊരു 720 രൂപ ഏൺ ചെയ്തു. ഫസ്റ്റ് ട്രിപ്പ് ഇങ്ങോട്ടായിരുന്നു കേട്ടോ. ഇവിടെ ബാക്കിൽ എന്താ നമ്മൾ 1000 ഏൺ ചെയ്ത് എത്ര 9:30 മണിയായി. സാധാരണ എന്തിനേക്കാളും ഏൺ ചെയ്യുക, നല്ല ട്രിപ്പുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഏൺ ചെയ്യാം. നമ്മൾ കുറേ നേരം റെസ്റ്റ്, അപ്പോൾ ട്രിപ്പുകൾ വരുന്നില്ലല്ലോ, അതുകൊണ്ട് കുറേ നേരം റെസ്റ്റ്. നമ്മളെന്തായാലും ഇവിടുന്ന് പുറത്തിറങ്ങാം. ചിലപ്പോൾ അതിൻ്റെ അകത്ത് ബാക്കിലോട്ട് ഇനി പോകണ്ട, ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും സെക്യൂരിറ്റി വിടൂല, അതിൻ്റെ അകത്തോട്ട് വിടില്ല. നമ്മളെന്തായാലും പുറത്തേക്ക് ആക്കും. അവരായിട്ട് തള്ളി പുറത്താക്കണ്ട, നമുക്ക് തന്നെ പുറത്തിറങ്ങാം. നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടോ, പടമുകളിൽ വെണ്ണലേക്കാണ്. മേച്ച വന്ന് തൊട്ടപ്പോനെ കിട്ടി. എന്താ ഇപ്പം മേച്ചൊക്കെ തൊടുമ്പോനെ ഞാൻ 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാ തൊട്ടുന്നിട്ടും കിട്ടി. 1.5 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്, എന്തായാലും പോയി എടുക്കട്ടെ. 1.5 കിലോമീറ്റർ പിക്കപ്പ് കാണിക്കുന്നത് വെണ്ണലേക്കാണ്. വെണ്ണലൊക്കെ ഇപ്പം ഈ നേരത്തെ പോയൊക്കെ കിട്ടുന്ന ട്രിപ്പൊക്കെ ഓടാ. 115 രൂപേൻ്റെ ട്രിപ്പാ. അതായത് 3 കിലോമീറ്റർ 115, 3.5 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. അതിലൊരു 150 ഊബർ വാങ്ങും, നമുക്കൊരു 110 കിട്ടും. ടാക്സി ഒക്കെ പോയിട്ട് 110 100 ഒക്കെ കിട്ടും. പോയോക്കട്ടെ എന്തായാലും തിന്നിട്ടോ. അതിൻ്റെ അകത്തോട്ട് കയറി. അപ്പോൾ സെക്യൂരിറ്റി തന്നെ പുറത്തിട്ടോ കയറാൻ പറ്റൂലാണ്. നമ്മളെന്താ ആരും കേട്ടിട്ടില്ലല്ലോ കൊടുക്കും. നമ്മളിപ്പോൾ എവിടെ അല്ല വെച്ചാൽ ഇടപ്പള്ളി ആയിട്ടില്ലേ, ഇടപ്പള്ളി എത്തിയിട്ടുണ്ട് അവസാനം. അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് കുറേ ട്രിപ്പ് അടിച്ചു, 2-3 ട്രിപ്പ് ഒരുമിച്ച് അടിച്ചു. നമ്മളാ എന്തുവാ സ്പ്രിങ്സ് ഉണ്ടല്ലോ, VPS സ്പ്രിങ്സ്, അവിടുന്ന് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. വെണ്ണല സ്കൂളിൻ്റെ അങ്ങോട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 4-5 ട്രിപ്പ് ഓടിയിട്ടു. അത് നമ്മളെ വെണ്ണല സ്കൂളിൻ്റെ അടുക്ക് 110 രൂപ ഓൺലൈൻ ട്രിപ്പായിരുന്നു. ഇന്ന് ഫുൾ ഓൺലൈൻ ട്രിപ്പാണ്. അത് കഴിഞ്ഞ് ഡ്രോപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ലിസി ഹോസ്പിറ്റലിലോട്ടോ ട്രിപ്പ് കിട്ടി. ലിസി ഹോസ്പിറ്റലിലേക്ക് ട്രിപ്പ് കിട്ടി. അത് കസ്റ്റമർ 170 രൂപ, കസ്റ്റമർ 500 വന്നിട്ട് എന്നോട് പറഞ്ഞു 30 രൂപ എടുത്തോ, 30 രൂപ ടിപ്പൊക്കെ 300 രൂപ ബാലൻസ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞു. അപ്പം തന്നെ നമ്മൾ ലിസി ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് ഒരു ലോങ് ട്രിപ്പ് അടിച്ചു. ഇത് അങ്കമാലി ഭാഗത്തോട്ട്. പക്ഷെ നമുക്ക് കിട്ടിയില്ല, മാച്ചായിരുന്നു. 3 ആണോ നമുക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ ഉടനെ ഒരു ചെറിയ ട്രിപ്പ് അടിച്ചു അമൃത ഹോസ്പിറ്റലിലോട്ട്. അവിടെ നിന്ന് തന്നെ ലിസി ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് അമൃത ഹോസ്പിറ്റലിലോട്ട് പോയി ആളെ ഡ്രോപ്പ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് വേറെ ട്രിപ്പ് കൂടി അടിച്ചു.
അത് അമൃത ഹോസ്പിറ്റലിന് 1 കിലോമീറ്റർ മാറി 97 രൂപൻ്റെ. അത് കഴിഞ്ഞ് അവിടുന്ന് നമുക്ക് പത്തടിപ്പാലം എടപ്പള്ളി ലുലുവിൻ്റെ അങ്ങോട്ട് ട്രിപ്പ് അടിച്ചു. അത് കഴിഞ്ഞ് ഒരു ട്രിപ്പും കൂടെ അടിച്ചു. അത് എയർപോർട്ടിലോട്ടാണ്. ഓൺ ദ വേലാണ് എല്ലാ ട്രിപ്പും അടിച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ കൂടുതലും ഓൺലൈൻ ട്രിപ്പാണ്. അപ്പോൾ ലാസ്റ്റ് വന്ന ഓൺലൈൻ ട്രിപ്പാണ്. ഇപ്പോൾ ഒന്നൊക്കെ ഓൺലൈൻ ട്രിപ്പാണ്. നമുക്കിപ്പോൾ പത്തടിപ്പാലത്തെ ട്രിപ്പ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചു എയർപോർട്ടിലോട്ട്. ഇപ്പോൾ നമ്മൾ കസ്റ്റമറെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു 5-6 മിനിറ്റായി കസ്റ്റമർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. ഇപ്പോൾ വീട്ടിലെത്തിന്. വീട് ഇവിടെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് വെയിറ്റ് ചെയ്യും, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കസ്റ്റമറെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമ്മളിപ്പോൾ ഉള്ളതേ കൊച്ചി എയർപോർട്ടിലാട്ടോ. അപ്പോൾ എയർപോർട്ട് ഡ്രോപ്പ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ രാവിലെ അതിൻ്റെ ഇടയ്ക്കൊന്ന് ചായ കുടിച്ചായിരുന്നു. എന്തായാലും വിശക്കുന്നുണ്ട്, ഫുഡ് അടിക്കണം. അപ്പോൾ ഇവിടെ കുറച്ചങ്ങ് പോയിട്ട് ഒരു 100 രൂപയ്ക്ക് ഒരു ബിരിയാണി കിട്ടും. കുഴപ്പമില്ല, ഞാൻ ഇതിന് മുന്നേ ഒരു ദിവസം കഴിച്ചതാണ്. കുഴപ്പമില്ലാത്തൊരു ബിരിയാണിയാണ്. കൂടുതൽ സംഭവങ്ങളൊന്നുമില്ല. ഒരു സലാഡ് ഉണ്ടാവും, ബിരിയാണി ഉണ്ട്. ഊബർ നമ്മൾ ഓഫ് ചെയ്തില്ല കേട്ടോ. ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ അങ്ങ് എടുത്ത് പോവാം. എന്തായാലും CNG എന്തായാലും കഴിഞ്ഞില്ല, 2 കട്ടേ ഉള്ളൂ. CNG എന്തായാലും അടിക്കണം. അപ്പോൾ നമ്മളെന്തായാലും ഇങ്ങനെ പോയിട്ട് അവിടെ ഒരു എത്തും നോക്കട്ടെ. വണ്ടി എന്തായാലും എത്തും. നമുക്ക് ഫുഡ് കഴിക്കും വേണം. അപ്പോൾ അതിന് മുന്നേ ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ ഒരു ലോക്കൽ എടുത്ത് എന്തായാലും ഓടാം. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എയർപോർട്ടിൽ പൊതുവേ നമ്മൾ എയർപോർട്ടിൽ നിൽക്കില്ല. 16-120 ക്യൂ ഉണ്ട് ഇത് ഇപ്പോൾ തന്നെ. നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയിട്ടോ. റാപ്പിഡോ ഊബറോ എല്ലാം ഓണാക്കി വെച്ചിട്ട്. ആണോ ബസ് ലീവ് ചെയ്യണോ, എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാണോ? ഞാൻ പുറത്തിറങ്ങി. എനിക്കാണ് എയർപോർട്ട്. അടുത്ത ട്രിപ്പ് ഫുഡ് കഴിച്ചിട്ട് അടുത്ത ട്രിപ്പ്. എന്നിട്ട് എന്തായാലും CNG അടിക്കണം. അപ്പോൾ അവിടെ ഒരു CNG പമ്പ് ഉണ്ട് അത്താണി ഭാഗത്ത്. നമ്മളെന്തായാലും CNG അടിക്കണം. CNG അടിച്ചിട്ടേ ഞാൻ അടുത്ത പരിപാടിയുള്ളൂ. എന്തായാലും ഇനി CNG ഒക്കെ അടിച്ചിട്ട് കാണാം. 2 കട്ട CNG ഉണ്ട്. എന്തായാലും CNG അടിച്ചിടാം. അവിടെ ഓടാലോ ഫുഡ് കഴിച്ചിട്ട്. നമ്മളെന്തായാലും ഇവിടെ പുറത്തെത്തുന്നവരെ, ഈ റോഡ് കഴിയുന്നവരെ, അത്താണി ജംഗ്ഷനിലെത്തുന്നവരെ ഊബറൊക്കെ ഓൺ തന്നെ കയറും. പിന്നെ നമ്മൾ ഓഫ് ചെയ്യും. പിന്നെ ലെഫ്റ്റിലോട്ട് ഇച്ചിരി പോയാൽ എന്തായാലും നമ്മൾ ആ ഫുഡ് കഴിക്കുന്ന സ്പോട്ട് എത്തും. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഫസ്റ്റ് CNG പമ്പ് കാണുകയാണെങ്കിൽ CNG അടിക്കും. എന്നിട്ട് ഫുഡ് കഴിക്കും. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് കഴിഞ്ഞ് പരിപാടിയുള്ളൂ. ഫുഡ് കഴിച്ചിട്ട് കഴിഞ്ഞാൽ അടുത്ത ഓട്ടുള്ളൂ. ഊബർ ഓഫ് ചെയ്തിട്ട്. റാപ്പിഡോ പിന്നെ നമുക്ക് വിഷയമല്ല. ഊബർ ഓഫ് ചെയ്തിട്ടോ. റാപ്പിഡോ പിന്നെ നമുക്ക് ട്രിപ്പ് വന്നാലും എടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. റാപ്പിഡോ ഓണാ, നമുക്ക് നോക്കിയിട്ട് എടുക്കാം. ചെറിയ ട്രിപ്പ് വല്ലതും വരികയാണെങ്കിൽ നമുക്ക് എടുക്കാം. നമ്മൾ CNG അടിച്ചു കിട്ടും. 554 രൂപക്ക് CNG അടിച്ചു, ഫുള്ളാക്കി. CNG രാവിലെ അടിച്ചാൽ കഴിഞ്ഞു. 554 രൂപക്ക് CNG അടിച്ചിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കണം. ഇപ്പോൾ നമ്മൾ ഊബറും റാപ്പിഡോ എല്ലാം ഓഫ് ചെയ്ത് വെച്ചു. നമ്മൾ CNG അടിക്കാൻ പോകുന്ന ടൈമിലേ നമുക്ക് ട്രിപ്പ് അടിച്ചു റാപ്പിഡോയിൽ എയർപോർട്ടിലോട്ട് 1.5 കിലോമീറ്റർ പിക്കപ്പ്. പക്ഷെ ഞാനത് എടുത്തില്ല. ഇനിയിപ്പോൾ അതും കൂടെ എടുത്ത് വീണ്ടും ഇതേപോലെ ഇങ്ങോട്ട് തന്നെ വരണം. CNG അടിക്കേണ്ട ആവശ്യമില്ല. 1.5 കിലോമീറ്റർ പോയിട്ട് എടുക്കുക. എന്നിട്ട് എയർപോർട്ട് കൊണ്ടാക്കാനുള്ള CNG ഒക്കെ 2 കട്ട CNG ഉണ്ട്. പിന്നെ ഞാൻ എടുത്തില്ല. ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട്, നമ്മൾ രാവിലെ കഴിച്ചതല്ലേ, രാവിലെ ഒരു ചായ ഒരു കടിയും കഴിച്ചല്ലേ. ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഇനി സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ആ ഹോട്ടൽ തപ്പിക്കൊണ്ടിരിക്കുക. ഞാൻ 2 ദിവസം മുന്നേ എയർപോർട്ട് വന്നപ്പം ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചായിരുന്നു. അത് ഇവിടെ എവിടെയാണ്. അപ്പോൾ റോഡ് സൈഡിലാണ് ഹോട്ടൽ കിടക്കുന്നത്. പോകുമ്പോൾ കാണാം. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് പോകുന്നുണ്ടോ അറിയില്ല കേട്ടോ. ഞാൻ സ്ഥലം അന്ന് നോക്കി വെച്ചില്ല. എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയോ ഒരു കോളേജ് എന്തോ ഉണ്ട്. അതിൻ്റെ അടുത്താണ് ആ ഹോട്ടൽ കിടക്കുന്നത്. നമുക്ക് ചെറുതായിട്ടൊന്ന് പാളി, ചെറുതായിട്ടല്ല വലുതായിട്ട് തന്നെ. നമുക്ക് ശരിക്കും ബാക്കോട്ടായിരുന്നു വരണ്ടേ, അങ്കമാലി റോഡിന്. നമ്മൾ നേരെ ആലുവ റോഡിന് പോയി. കാരണം അവിടെ ഒരു കോളേജ് ഉണ്ട്, ഇവിടെ ഒരു കോളേജ് ഉണ്ട്. അങ്ങനെ ഇപ്പം വന്നിട്ട് നമ്മൾ ഇവിടെ എത്തി. ചെറുതായിട്ടല്ല വലുതായിട്ട് പോയി. 2-2.5-3 കിലോമീറ്റർ നമ്മൾ വെറുതെ അങ്ങ് പോയി. പിന്നെ അതേമാതിരി ഇങ്ങോട്ട് തന്നെ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ട് കിടന്ന് പോകുന്നട്ടോ. അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലും ഹോട്ടലിൽ കയറി. അത് അത്താണി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ പോകുന്നത്. ഹോട്ടലിൽ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാം. നമ്മൾ ഫുഡ് കഴിച്ചിട്ടോ. ഫുഡ് കഴിച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് സൈഡാക്കിയിട്ട് കുറച്ച് മുന്നിൽ ഹോട്ടൽ ബാക്ക് സൈഡിലാണ്. നമ്മുടെ ബാക്ക് സൈഡിലാണ് ഹോട്ടൽ എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരെ പോയാൽ ആലുവ കളമശ്ശേരി അങ്ങോട്ട്
നമ്മൾ ബാക്കിലോട്ട് പോയാൽ തൃശ്ശൂർ ഭാഗം. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഊബർ ഓണാക്കിന്. ഊബർ ഓണാക്കി റാപ്പിഡൊക്കെ ഓണാക്കി വെച്ചിട്ട് നമ്മളിത് എയർപോർട്ട് തട്ടോ അവിടെ കിടക്കണേ. നമ്മൾ എയർപോർട്ടിൻ്റെ കുറച്ച് ബാക്കിലാണ്. എന്തായാലും ഓണാക്കിയിട്ടുണ്ട്. അടിക്കുമല്ല, ഇവിടുന്ന് അടിക്കല്ല. കാരണം ഇതിന് മുന്നേ തന്നെ ഞാൻ ഒരു ദിവസം ഇവിടെ ഇരുന്നിട്ട് നമുക്ക് അടിച്ചിട്ടില്ല. എത്രയോ ടൈം എടുത്തിട്ടാണ് നമുക്ക് അടിച്ചത്. എന്തായാലും ഇവിടെ ഇരുന്നോട്ടെ, അടിക്കും നോക്കട്ടെ. ഫുഡ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫുഡ് ഒരു നൈസ് ഫുഡ്. 100 രൂപ ഉള്ളൂ. 100 രൂപക്ക് ചിക്കൻ ബിരിയാണി കിട്ടും. 2 പീസൊക്കെ ഉണ്ടാവും. 100 രൂപക്ക് ചിക്കൻ ബിരിയാണി കിട്ടും. അടിപൊളിയാണ്. കഴിക്കാം, വലിയ ഇതൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് കുഴപ്പമില്ല, കഴിക്കാം. 100 രൂപക്ക് അടിപൊളി ബിരിയാണി. ഏതായാലും 2 മണി. നമ്മളെന്തായാലും ഒരു മാക്സിമം ഒരു 2:30 വരെ ഇവിടെ ഇരിക്കും. ട്രിപ്പ് അടിക്കൊണ്ടുപോകും. ട്രിപ്പ് അടിച്ചില്ലെങ്കിൽ നമ്മളെന്തായാലും ഇവിടുന്ന് എടുത്ത് പോവും. നമ്മൾ എറണാകുളം ഭാഗത്തോട്ട് പോവും. വണ്ടി അവിടുന്ന് എടുത്ത് പോകും കേട്ടോ. വണ്ടി അവിടുന്ന് എടുത്ത് കുറേ നേരം ഒരു 10-15 മിനിറ്റ് അവിടെ ഇരുന്ന് നമ്മളവിടുന്ന് എടുത്ത് നേരെ കളമശ്ശേരി അറിവർ റോഡിന് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ പോകുന്ന ടൈമിൽ എയർപോർട്ട് റോഡിൽ നിന്ന് ഒരു പിക്കപ്പ്, 2.5 കിലോമീറ്റർ പിക്കപ്പ്, 1.5 കിലോമീറ്റർ റോഡ്. എന്താതൊക്കെ കണക്ക്. റിജുവിനെ കിട്ടും. റിജുവിനെ എന്തായാലും പോയോക്കട്ടെ. ഇപ്പം കളയണ്ട. ഇനിയിപ്പോൾ അങ്ങോട്ടാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാ. നമ്മളെ ആലുവ ഭാഗത്തോട്ടാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ നല്ലൊരു കാര്യമായിപ്പോയി ഈ ട്രിപ്പ് കിട്ടണമെങ്കിൽ. ഇനിയിപ്പോൾ ബാക്കോട്ടൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ്, ബാക്കോട്ട് കിട്ടുകയാണെങ്കിൽ ബാക്കോട്ട് കിട്ടാന്നാ മതി. ഇത് അങ്ങോട്ടായാൽ മതി. ഇനി കിട്ടാന്നാ മതി. ഇനി നമ്മൾ ആലുവ ഭാഗത്തോട്ടായാൽ മതിയായിരുന്നു. എന്തായാലും പോയക്കട്ടെ. ഞാൻ നോക്കിയില്ല. മാച്ചാണ് വന്നത്, പെട്ടെന്ന് തന്നെ എടുത്തു. എനിക്ക് കിട്ടുകയും ചെയ്ത്. മാച്ച് പിന്നെ നമ്മൾ നോക്കൂല ചിലപ്പോൾ. ഈ ടൈമിലൊന്നും നോക്കിയിട്ട് കാലം ഉച്ചല്ലേ, ഹോട്ടലാത്ത ടൈമാണ്. കിട്ടുന്നിടത്ത് ഓടുക. 102 എത്രയോ ആണ് കണ്ട്. 90 റുപ്യക്ക് 97 റുപ്യക്ക് എന്തായാലും നമുക്ക് കിട്ടും. 2.5 കിലോമീറ്റർ എന്തോ ഉള്ളൂ ഡ്രോപ്പ്. 1.5 കിലോമീറ്റർ ഡ്രോപ്പ്, 2.5 കിലോമീറ്റർ ഇതും പിക്കപ്പും. എന്തായാലും പോയോക്കട്ടെ. ആ ട്രിപ്പ് ആയിട്ട് കാണാം കേട്ടോ. നേരത്തെ തിരിച്ചു വന്ന അതേ റൂട്ടിന്, എയർപോർട്ട് റൂട്ടിന് ഏതാ പോകുന്നത്. ആ ട്രിപ്പ് എടുക്കാൻ വേണ്ടി ഇവിടുന്ന് അവിടുന്ന് പിക്കപ്പ് അടിച്ചത്. ഏതായാലും ഇവർക്കൊക്കെ കുറച്ച് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആണ് എടുത്ത് പോയി. പിന്നെ നമ്മൾ ഇങ്ങോട്ടല്ലേ തിരിച്ചു വന്നില്ലേ. നോക്കണ്ട, എന്നാലും ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇത് എവിടേക്കാണാവോ. അങ്കമാലി ഭാഗത്തോട്ടൊന്നും ആവാൻ അതിന്. ആലുവ ഭാഗത്തോട്ടൊക്കെ ആയിരുന്നെങ്കിൽ അതിന് സമാധാനം. ഇനി ഇങ്ങനെയൊക്കെ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ട്രിപ്പ് അടിക്കും. ഈ ഏരിയയിലൊന്നും അങ്ങനെ ട്രിപ്പ് അടിക്കൽ കുറവാണ്. എന്തായാലും പോയോക്കട്ടെ. ഒരു 950 മീറ്ററും കൂടെ ഉണ്ട് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ. പിക്ക് ചെയ്തിട്ട് കാണാം എവിടേക്ക് എന്താ പറയാം. ട്രിപ്പ് കഴിഞ്ഞിട്ടാ അത് 149 150 രൂപ 194 ക്യാഷ് കളക്ട് ചെയ്ത്. 140 രൂപ നമുക്ക് കിട്ടി. അത് അവർക്ക് അവിടെ എത്തി പോരുന്ന വഴിയിൽ തന്നെ നമുക്ക് വിളിച്ചിട്ട് ചോദിച്ചു എന്തുവാ ഒരു സിഗരറ്റ് വാങ്ങി ചോദിച്ചു. ഫുൾ കോമഡി. 2 പയ്യന്മാരെ സിഗരറ്റ് വാങ്ങിയിട്ട് ചോദിച്ചു. അതേപോലെ പറഞ്ഞു ഞാൻ എയർപോർട്ട് റോഡിൽ കയറിയിട്ടുണ്ട്, എന്താ ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞാൽ അന്നാ കുഴപ്പമില്ല, നമുക്ക് എത്തിയിട്ട് വാങ്ങാൻ. അങ്ങനെ അവിടുന്ന് കയറി അവരെ ഡ്രോപ്പ് ചെയ്യാൻ 1.5 കിലോമീറ്റർ ഉള്ളൂ അവരെ ലൊക്കേഷനിലോട്ട് ഡ്രോപ്പ് ചെയ്യാൻ. അങ്ങനെ 1.5 കിലോമീറ്റർ 500 മീറ്റർ പോകുന്നപ്പോൾ പിന്നെ അവർ പറഞ്ഞ് നമ്മുടെ ഈ ഫ്ലൈ ഓവർ കയറാൻ വേണ്ടി, അതായത് ഈ സർവീസ് റോഡിലിങ്ങ് പോയി കഴിഞ്ഞാൽ അവർ ലൊക്കേഷൻ എത്തും, ഹോട്ടലെത്തും. അപ്പോൾ അവർ പറഞ്ഞ് ഫ്ലൈ ഓവർ കയറാൻ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യാറ്. ആയിക്കോട്ടെ. അങ്ങനെ നേരെ പോയി അവിടെ എയർപോർട്ടിൻ്റെ അവിടെ പോയി സിഗരറ്റ് വാങ്ങി ഇങ്ങനെ പോകുന്നത്. വന്നിട്ട് നമ്മൾ പോകുന്ന ഹോട്ടലിൻ്റെ എൻട്രൻസ് കാണുന്നില്ല, ഗേറ്റൊക്കെ അടച്ചിട്ടിട്ട്. അപ്പോൾ എന്നോട് എത്ര ഇപ്പം നോക്കുമ്പോൾ 195 ടോട്ടൽ ക്യാഷ് കളക്ട് ആണ്. നമ്മൾ ഓടിയനൊന്നും കിട്ടൂല. അപ്പോൾ ഞാൻ പറഞ്ഞു 195 എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു 195 ചോദിച്ചു. ഓക്കെ 250 ഇട്ടാൽ കുഴപ്പമുണ്ട് ചോദിച്ചു. അത് മതി ചോദിച്ചിട്ടോട്. അപ്പം പറഞ്ഞ് 250 മതിയായിരുന്നു, കുഴപ്പമില്ലാന്ന്. അതായത് 250 രൂപ ഇട്ടെന്ന്. 194 ക്യാഷ് കളക്ട്. 250 രൂപ. അത് ആ എക്സ്ട്രാ ഓടിയന് 50 രൂപ എക്സ്ട്രാ തന്നു. ഒന്നുമില്ല, ജസ്റ്റ് അവർ ഒന്ന് പോയിട്ട് അവർക്ക് എന്ത് സിഗരറ്റ് അങ്ങനെ പറഞ്ഞ് പോയതാണ്.
എന്തായാലും നമ്മളവിടുന്ന് പോകുന്നിട്ടോ. നമ്മളിറങ്ങി എയർപോർട്ടിലൊക്കെ വൻ ക്യൂ. നമ്മൾ എയർപോർട്ടിലേക്ക് പോലല്ലോ. നമ്മൾ വീണ്ടും ഇന്ന് എത്രാത്താണ് ഇതിൽ പോകുന്നത്. എന്തായാലും നമ്മുടെ ആലുവ റോട്ടിന് കയറി കിടക്കാം. ഇനി അങ്ങോട്ടുള്ള ട്രിപ്പ് വല്ലതും അടിച്ചാൽ മതി. അതാണില്ലേ 2:45 സമയം. എങ്ങനെങ്കിലും ടൗണിലോട്ട് അടിച്ച് കിട്ടണം. ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇതായിരുന്നു. അതാണ് മെയിൻ പ്രശ്നം. ഇവിടെ ഈ ടൈമിന് ഇവിടെ നിന്നിട്ടേ കാര്യമില്ല. ടൗണിലാവുമ്പം നമുക്ക് ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കും. ചെറിയ ട്രിപ്പാണെങ്കിലും ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കും. ഇങ്ങോട്ടൊക്കെ ട്രിപ്പ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അടിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഇതിപ്പോൾ ഇവിടെയൊക്കെ കുറേ വണ്ടിക്കാർ ഇവിടെയൊക്കെ നിർത്തിയിട്ടുണ്ടാവും. കാരണം അവരൊക്കെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ ക്യൂവിൽ നിൽക്കുക. ഇപ്പോൾ 140 ക്യൂ ഉണ്ട്. ഏതെങ്കിലും വണ്ടി ഫ്ലൈറ്റ് ഏതെങ്കിലും വരാനുണ്ടാവും. ഞാനത് നോക്കില്ല. നമ്മൾ പെട്ടെന്ന് നമ്മൾ വേഗം ടൗണിലേക്ക് എത്താൻ നോക്കുക. എയർപോർട്ടിൽ നിൽക്കില്ല. എയർപോർട്ടിൽ നിന്നിട്ട് കാര്യമില്ല. എന്തായാലും പോയോട്ടെ. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് അടിക്കോക്കട്ടെ. പക്ഷെ നമുക്ക് 102 രൂപ കേട്ടോ ഒക്കെ ട്രിപ്പ് വന്നപ്പോൾ വന്ന്. പിന്നെ ഇതിപ്പോൾ എന്താണാവോ 102 വന്നിട്ട് പെട്ടെന്ന് ഒരു 194 എത്ര നമ്മൾ 194 ക്യാഷ് കളക്ട് എന്ന്. എന്താണ് അങ്ങനെ നമ്മളെ ഓടിയന് ഊബർ എക്സ്ട്രാ പേയ്മെൻറ്റ് തന്നോ? പിന്നെ അവർ എന്തായാലും 250 194 250 പോരെ വെച്ചിട്ടുണ്ട്. 250 നമ്മൾ 1 കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ല. 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയിട്ടുള്ളൂ. ഒരു 500-600 മീറ്റർ ഓടി. അതേപോലെ ഇങ്ങോട്ട് കൊണ്ടാക്കുകയും ചെയ്തു. ഹോട്ടലിൻ്റെ അവിടെ തന്നെ, ഹോട്ടലിൻ്റെ കുറച്ച് അപ്പുറം അങ്ങ് ഓടിയതേ ഉള്ളൂ. എന്താണ് ഊബർ അങ്ങനെ മേടിക്കുക? സാധാരണ അങ്ങനെ ഊബർ മേടിക്കാൻ പറ്റില്ല. 102 കാണിച്ചാൽ നമുക്ക് 97 സാധാരണ കിട്ടലുള്ളൂ. ഇനിയിപ്പോൾ 2.5 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ടായിട്ടോന്നും അറിയില്ല കേട്ടോ. എന്തായാലും കൊള്ളാം, നൈസായിട്ടുണ്ട്. നമുക്ക് കായായി. എന്തായാലും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും ഒരു ട്രിപ്പ് അടിക്കട്ടെ, എന്നിട്ട് കാണാം. നമ്മളെന്തായാലും ഓടിച്ചോടിച്ച് ആലുവ എത്തിട്ടോ. കറക്റ്റ് ആലുവ എത്തി. ആലുവ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ട്രിപ്പ് അടിച്ചിട്ടേ ഇനി ഇവിടുന്ന് പോകുന്നുള്ളൂ. അല്ല, ഒരു 5-6 കിലോമീറ്റർ നമ്മൾ കാലടിച്ച് പോകുന്നു. സീരൊന്നുമല്ല, ഇനി ഇവിടുന്ന് ട്രിപ്പ് അടിച്ചാൽ മതി. ട്രിപ്പ് അടിച്ചിട്ടേ ഇനി പോകുന്നുള്ളൂ. ട്രിപ്പ് അടിക്കട്ടെ, ട്രിപ്പ് അടിച്ചിട്ട് കാണാം. നമ്മളെ ആലുവയെന്നും പോകുന്നിട്ടോ. നേരെ വന്നൊരു ചായ അടിക്കാൻ വേണ്ടി പോകുന്നു. ഒരു ചായ അടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. നമ്മൾ അതിൻ്റെ അടുക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. അതിന് ശേഷം ഒരു ട്രിപ്പ് പോലും അടിച്ചില്ല. നമ്മൾ ആലുവയിൽ സൈഡാക്കി അവിടെ കിടന്നുറങ്ങി. ഊബറൊക്കെ ഓണായിരുന്നു. ഒരു ട്രിപ്പ് പോലും വന്നിട്ടില്ല. എന്തായാലും ഇവിടെ ഉണ്ട്. ഇപ്പോൾ പുളിഞ്ചോടെത്തി. നമ്മൾ പുളിഞ്ചോട് മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിൽ വന്ന് ഇവിടെ ചായ അടിക്കാൻ വേണ്ടി നിർത്തിയ. ചായ കുടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ട്രിപ്പ് അടിക്കും അറിയില്ല. അപ്പം നമ്മളെ അനസുണ്ട് വിളിക്കണേ. എവിടെ ചോദിച്ചാണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ട്, പുളിഞ്ചോടുണ്ട് എന്ന്. അപ്പം വരാമെന്ന് പറഞ്ഞു. നോക്കട്ടെ എത്ര കിലോമീറ്റർ ഉണ്ടോ നോക്കട്ടെ എൻ്റെ അടുത്തേക്ക് നോക്ക്, എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. പയ്യെ വന്നാൽ മതി, അവിടെ ഉണ്ടാവും പറഞ്ഞു. ഓട്ടൊന്നും ഇല്ലല്ലോ. പക്ഷെ 5 മണിയായി. നമുക്ക് എന്തായാലും റൂമിൽ പോകാനായി. പക്ഷെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും റൂമിൽ പോകായിരുന്നു. നമുക്ക് ഇതുവരെ ഒരു ട്രിപ്പ് അടിച്ചിട്ടില്ലല്ലോ. ഇതുവരെ അടിച്ചിട്ടില്ല. എന്തായാലും നേരെ ഇവിടെ നിൽക്കണേ. നമ്മൾ ചെക്കൻ വരുന്നുണ്ട്. ആനസ് വരുന്നുണ്ട്. ആനസൊക്കെ 3000-4000 റുപ്യൊക്കെ ഓടിക്കുക അവിടെ അല്ലേ? 4000 രൂപയാടാ. ആ, അതിൻ്റെ കോയിൻസ് വീണാ 4000 രൂപയായോ? ഇവിടെ നമ്മൾ 2-3 മണിക്കൂറായി ഇരിക്കണേ. ഒരു ട്രിപ്പ് പോലും ഇല്ല കേട്ടോ ഇവിടെ. ഇവിടെ ഇരുന്നോ? ആ, ഈ ചവായ അയച്ചേ രാവിലെ മുതൽ പട്ടിണി എടുക്കായിരുന്നു. എന്താടാ പട്ടിണി കിടന്നിട്ടൊന്നും ഓടണ്ട കേട്ടോ. പട്ടിണി കിടന്നിട്ടൊന്നും ഓടണ്ട കേട്ടോ. രാത്രി അത് ശരി. അച്ഛൻ്റെ വണ്ടി ഇവിടെ വേക്കുന്നുണ്ട്. നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഇപ്പം എന്തായാലും വീട്ടിൽ പോകും. അരസ് എന്തായാലും രാത്രി 12 മണി 1 മണി വരെ ഓടുന്നതാണ്. 1 മണി 2 മണി വരെ ഓടുന്നതാണ് അനസ് പറയുന്നത്. ഞാനെന്തായാലും ഒരു 6:30. ഞങ്ങളൊക്കെ പണക്കാരടാ, അതുകൊണ്ടല്ലേ ഞങ്ങളിങ്ങനെ ഇരിക്കണേ. നമ്മളെന്തായാലും ഒരു 7 മണിയാകുമ്പോൾ റൂമിലേക്ക് എത്തും. 6:30 മണിയാകുമ്പോൾ ഇവിടുന്ന് തിരക്കും ട്രിപ്പ് അടിച്ചില്ലെങ്കിൽ.
2.5 മണിക്കൂർ വെയിറ്റ് ചെയ്തതിനു ശേഷം ഒരു ട്രിപ്പ് പഠിച്ച് എത്ര 2.5 മണിക്കൂർ അത്യാവശ്യം ടൈം വെയിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. 2.5 മണിക്കൂർ. ഇപ്പം നമ്മളില്ലേ പുളിഞ്ചോടാണ്. നേരെ പോയിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളെ കളമശ്ശേരി എത്തുന്നതിന് മുന്നേ കണ്ടെയ്നർ റോഡിലോട്ട് കയറുന്നതിന് മുന്നേ റൈറ്റ് എടുത്തിട്ടാണ് എനിക്ക് തോന്നുന്നത് പിക്കപ്പ് അല്ലേ. എന്തായാലും പോയി നോക്കട്ടെ. 1 കിലോമീറ്ററും കൂടെ ഉണ്ട് പിക്കപ്പ്. എന്തായാലും നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ട് കാണാം. നമ്മളങ്ങനെ ഇപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാട്ടല്ലേ. നമുക്ക് റാപ്പിഡോയിലോ ട്രിപ്പ് അടിച്ചിട്ടുണ്ടല്ലോ. എന്തുവാ പുളിഞ്ചോട്ടിന്ന് റാപ്പിഡോയിലോ ട്രിപ്പ് അടിച്ചു നമ്മുടെ ഇടക്കൊച്ചിയിലോട്ട്. അത് കുമ്പളം വഴിയൊക്കെ കയറിപ്പോയി. റാപ്പിഡോ നമുക്ക് അങ്ങനെ മാപ്പ് കാണിച്ചു. നമ്മളതിൽ കയറിപ്പോയി. അതിന് നമുക്ക് 488 രൂപ ഏൺ ചെയ്യാൻ പറ്റിട്ടോ. അതിന് നമുക്ക് 458 രൂപ ഏൺ ചെയ്യാൻ പറ്റി. ടോള് 46 രൂപ ടോൾ ഇൻക്ലൂഡായി. കിലോമീറ്ററിന് നമുക്ക് 18 രൂപ വെച്ച് കിട്ടീന് കിലോമീറ്ററിന്. അവിടെ കാണാം റാപ്പിഡോയിൽ 458 26 കിലോമീറ്റർ 62 മിനിറ്റ് എടുത്തത്. 62 മിനിറ്റ് പറഞ്ഞാൽ 1 മണിക്കൂറോളം എടുത്തു. അത് കഴിഞ്ഞ് ഈ ട്രിപ്പ് ക്ലോസ് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് അവിടുന്ന് തന്നെ ഒരു ട്രിപ്പ് അടിച്ചു സൗത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട്. 21 രൂപ പെർ കിലോമീറ്ററിന് സൗത്ത് റെയിൽവേ. നമ്മൾ 7 മണിക്ക് റൂമിൽ കയറണം പറഞ്ഞ ആളാണ്. ഇപ്പോൾ വീണ്ടും നമുക്ക് തൃപ്പൂണിത്തറയ്ക്ക് റാപ്പിഡോയിൽ അങ്ങ് ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുക. ഊബർ ട്രിപ്പ് ആയിരുന്നില്ല, റാപ്പിഡോ ട്രിപ്പ്. ഇപ്പോൾ ഫോർട്ട് കൊച്ചിക്ക് ഒരു ട്രിപ്പ് അടിച്ചു. എന്തുവാ ഇപ്പോൾ തൃപ്പൂണിത്തറയ്ക്ക് ട്രിപ്പ് അടിച്ചു. നമ്മൾ എടുത്തിട്ടില്ല. നമുക്ക് നമ്മളെ റൂമിൻ്റെ അങ്ങോട്ട് എന്തായാലും ലൊക്കേഷൻ ഇട്ട് വെക്കാം. ഇനി അങ്ങോട്ടുള്ള ട്രിപ്പ് വല്ലതും കിട്ടട്ടെ. നമുക്ക് അവിടുത്തെ ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൻ്റെ ഡി ഗ്രീൻ ഇട്ട് വെക്കാം. ഇതാവുമ്പോൾ നമ്മൾ ആ ഫുൾ ഓൺ കഫേൻ്റെ അവിടേക്കുള്ള ലൊക്കേഷൻ ഇട്ടച്ച് ഇപ്പോൾ ആ ഏരിയയിലോട്ട് കിട്ടുക. ഊബറിലും ഇട്ട് വെക്കട്ടെ. എന്തായാലും നമ്മളെ ഊബറിലും റാപ്പിഡോയിലൊക്കെ ലൊക്കേഷൻ ഇട്ടച്ച് കേട്ടോ. സെയിം ലൊക്കേഷൻ തന്നെ റാപ്പിഡോയിലും ഇട്ടുവെച്ചിട്ടുണ്ട്. റാപ്പിഡോയിൽ നമ്മൾ 1128 രൂപക്ക് ഏൺ ചെയ്തു. ടോട്ടൽ എത്ര ട്രിപ്പ് എടുത്തറിയും? 4 ട്രിപ്പ് എടുത്തിട്ടുള്ളൂ. 1178. ഊബറിൽ നമ്മൾ ഏൺ ചെയ്തത് 2078 രൂപ. 12 ട്രിപ്പിന് 2000 രൂപ. ഇത് വെറും 4 ട്രിപ്പിന് 1100. റാപ്പിഡോയിൽ പെട്ടെന്ന് എമൗണ്ട് കയറും നമുക്ക് ട്രിപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ റാപ്പിഡോയിൽ അത്യാവശ്യം കിലോമീറ്ററിന് കുഴപ്പമില്ലാത്ത എമൗണ്ട് കിട്ടും. ചെറിയ ട്രിപ്പുകളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം എമൗണ്ടുകൾ കിട്ടും. ചെറിയ ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ. വലിയ ട്രിപ്പുകൾക്ക് 20, 22, 21, 19 എന്ന റേഞ്ചിലേ കിട്ടുള്ളൂ. നമ്മളെന്തായാലും പോവാട്ടെ ഇവിടുന്ന്. ഒരു 12 കിലോമീറ്റർ നമ്മൾ എന്നാലും ഇവിടുന്ന് കാലടിച്ച് പോവാം. ഇവിടെ നിൽക്കുന്നില്ല. ഇവിടെ നിന്നാൽ പിന്നെ അങ്ങനെ നിന്ന് പോയി. നമ്മൾ 7 മണിക്ക് കയറണം പറഞ്ഞ ആൾക്കാരാ. ഇപ്പം എത്ര മണിയായി അറിയോ? 8 മണിയായി. അപ്പോൾ ഇനി റൂമിൽ അവിടെ എത്തുമ്പോൾ 8:30, 9 മണിയാവും. നാളെ രാവിലെ ഇറങ്ങാണ്ട്. നമ്മളാ 7 മണിക്ക് കയറാൻ അതിപ്പോൾ നമുക്ക് ആ ഇടക്കൊച്ചിയിലോട്ട് ട്രിപ്പ് കിട്ടിയതാണ്. അങ്ങോട്ട് പോയി. പക്ഷേ ഇടക്കൊച്ചി പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് ട്രിപ്പ് കിട്ടില്ല വിചാരിച്ചു കേട്ടോ. കാരണം റാപ്പിഡോയിലും കൂടെ പോയി, ഊബറിലും കൂടെ അല്ല പോയി. അപ്പോൾ റാപ്പിഡോയിൽ പോയി. അവിടെ നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്ത് വിട്ടാൽ തന്നെ ഇങ്ങോട്ട് ട്രിപ്പ് കിട്ടി കറക്റ്റ് ടൈമിന്. ഇനി സൗത്തിലെത്തിയല്ലോ. ഇനി ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ ഉള്ളൂ. എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം. ഇനി ഇവിടെ നിൽക്കണില്ല. എന്തായാലും ഇനിയും കൂടി ഇനി നേരം വൈകിയാലേ അത്യാവശ്യം ടൈമാവും. പിന്നെ നമ്മൾ 7 മണിയാക്കി. 7 മണിയാകുമ്പോൾ എന്തായാലും റൂമൊക്കെ എത്തണം എന്നുള്ളതിൽ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊച്ച് പോയപ്പോൾ അവിടുന്ന് ലൊക്കേഷനൊക്കെ ഇടണമെന്ന് വിചാരിച്ചിന് റൂമിൻ്റെ അങ്ങോട്ട്. എന്നാൽ പിന്നെ ആ ഭാഗത്തോട്ടിൽ അടിക്കുന്നൊക്കെ. അപ്പോൾ ട്രിപ്പ് വന്ന് അടുത്ത ട്രിപ്പ് എടപ്പള്ളിയിലോട്ട് 1 കിലോമീറ്റർ പനമ്പള്ളിയിൽ നിന്ന് എടുത്ത് എടപ്പള്ളിയിലോട്ട്. എനിക്ക് വേണ്ട, മാച്ച് എടുക്കണില്ല. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ എടുത്തില്ലെങ്കിൽ ട്രിപ്പായിട്ട് വരും. അതുണ്ടാകുക. ഒരു കാര്യം ചെയ്യാം, ഊബർ ഓഫ് ചെയ്തേക്കാം. റാപ്പിഡോ ഓണായി കിടക്കട്ടെ. ഊബർ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ട്രിപ്പ് റാപ്പിഡോ മാത്രം ഓണായി കിടക്കട്ടെ. അങ്ങനെ ഇന്നത്തെ പരിപാടി നമ്മൾ നിർത്തിട്ടോ. ഇനി നാളെ പാக்கலாம். ഓക്കെ, ബൈ.